റേറ്റ് കുറവിന് നമുക്ക് കിട്ടൂട്ടെ ഈ ഒരു ബണ്ടല് പൊട്ടിക്കുന്ന സമയത്ത്. അടിച്ചു മാറ്റാൻ റാഞ്ചി കൊണ്ട് പോകാനായിട്ട് ആൾക്കാരുണ്ടാവും. ക്വാളിറ്റിയുടെ കാര്യത്തിലും വിലക്കുറവിലും ഒരു വിട്ടുവീഴ്ചയില്ല. തിങ്കളാഴ്ച 10 മണിക്ക് ഈ ഒരു ബണ്ടല് പൊട്ടിക്കും. ഈ ഹീരനെ കുറിച്ച് എന്തെങ്കിലും പറയാണ്ട? നല്ല കളക്ഷൻ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലത്തേക്കാണ്. കൊല്ലത്തേക്ക് വെറുതെ വന്നതൊന്നും അല്ല കേട്ടോ. തിങ്കളാഴ്ച 10 മണിക്ക് പൊട്ടും. എന്താ പൊട്ടാ? ബണ്ടല് പൊട്ടും. ഈ ബണ്ടല് പൊട്ടുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ കിട്ടണേക്കാളും റേറ്റ് കുറവിനാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു പ്രത്യേകത എല്ലാം തിങ്കളാഴ്ച 10 മണിക്ക് ഉണ്ടാവും. അപ്പോൾ ഈ തിങ്കളാഴ്ച ഞാനുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് എക്സാക്ട് ലൊക്കേഷൻ കൊല്ലത്താണെന്ന് പറഞ്ഞു. കൊല്ലത്തെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ നിൽക്കുന്ന റോഡ്, ഈ കാണുന്ന റോഡ് എന്ന് പറയുമ്പോൾ വടയാട്ടുകോട്ട റോഡ് എന്നാണ് പറയണത്. ചിന്നക്കട ആണ് സ്ഥലത്തിൻ്റെ പേര്. ആക്ച്വലി കൊല്ലത്ത് ചിന്നക്കടയിൽ വടയാട്ടുകോട്ട റോഡിൽ നമ്മൾ വന്നിരിക്കുന്നത് ഹീര റെഡിമെയ്ഡ് ഹോൾസെയിലേഴ്സ്. മൊത്തം കിഡ്സ് വെയർ, മെൻസ് വെയർ ഇല്ല കേട്ടോ, കിഡ്സ് വെയർ, അതുപോലെ തന്നെ വെസ്റ്റേൺ വെയർ കളക്ഷൻസ്, കുട്ടികളുടെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ കയറി നോക്കാം എന്താണ് വെറൈറ്റീസ്. പിന്നെ 10 മണി ആവാറായിട്ടുണ്ട്. ഇപ്പോൾ സമയം സ്റ്റാർട്ട് ആവാറായിട്ടുണ്ട്. എന്തായാലും പോവാം. 10 മണിയായിട്ട് ഇവിടെ തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അതും ക്വാളിറ്റിയുള്ള ഐറ്റംസ് റേറ്റ് കുറവിലാണ് കിട്ടുന്നത്. ഓരോരുത്തർക്കും ഒരു ചാക്ക് കൊടുക്കും. ആ ചാക്ക് വെച്ചിട്ടാണ് നമുക്കും പിടിക്കാൻ ഒരു ചാക്ക്. കടക്കാർക്ക് മാത്രമല്ല കേട്ടോ ഈ ഒരു ചാക്ക്. അപ്പോൾ ഇഷ്ടം പോലെ എറിഞ്ഞു കൊടുക്കുമ്പോൾ അത് പിടിക്കണം. നല്ല തിരക്കാട്ടോ. ഇതൊക്കെ കടക്കാരാണ്. എല്ലാവർക്കും കിട്ടണം. പിടിച്ചു. കിട്ടി കുറച്ചെങ്കിലും കിട്ടി. ഓരോരുത്തർക്കും ഓരോ ചാക്ക് 2 ചാക്ക് നിറച്ചാണ്. എനിക്ക് കിട്ടിയത് ആകെ 3 എണ്ണം. ആകെ 3 എണ്ണം കിട്ടിയത്. സൈഡിൽ വെക്കുമ്പോഴേക്കും അടിച്ചു മാറ്റാൻ റാഞ്ചി കൊണ്ട് പോകാനായിട്ട് ആൾക്കാരുണ്ടാവും. ഈ കാണുന്നതൊക്കെ തിരക്കാം. അത് വെച്ചാൽ ഈ ഐറ്റംസ് സാധാരണ വരുന്നേക്കാളും റേറ്റ് കുറവിന് നമുക്ക് കിട്ടൂട്ടെ ഈ ഒരു ബണ്ടല് പൊട്ടിക്കുന്ന സമയത്ത്. അതും ക്വാളിറ്റിയുള്ള ഐറ്റംസ്, അതും വെസ്റ്റേൺ വെയർ ഉണ്ട്, കുർത്തീസ് ഉണ്ട്, അങ്ങനെ എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ. അപ്പം എൻ്റെ ചാക്കിലത്തെ സാധനം ഇത് ശരിക്കും പറഞ്ഞാൽ 2 ആളായിട്ട് വരണം. ഒരാൾ ചാക്ക് ഏൽപ്പിക്കാനും ഒരാൾ പിടിക്കാനും. അപ്പം എൻ്റെ ചാക്ക് ഇവിടെ വെക്കേണ്ട ആരെങ്കിലും കൊണ്ടുപോകുന്നു എനിക്കറിയില്ല. ഞാൻ അടുത്ത റാഞ്ചാൻ പോട്ടെ. കാലി ചാക്ക കിട്ടിയോ? ഒന്നും കിട്ടിയിട്ടില്ല. അടുത്ത പൊട്ടിക്കണോ? അടുത്തത് അടുത്ത പൊട്ടിക്കണേ. പൊട്ടിക്കുമ്പോ കിട്ടണ സമയത്ത് കിട്ടിയ അടിപൊളി. ഇവരെ ട്രിക്ക് നോക്കാം. ഒരാൾ ഇവിടെ നിൽക്കുക, ഒരാൾ അവിടുന്ന് എറിഞ്ഞു കൊടുക്കാം പിടിക്കാൻ വേണ്ടിട്ട്. അപ്പൊ 2 ആള് വന്നാലേ കാര്യം നടക്കുള്ളൂ കേട്ടാ. യെസ്, ഇത്ര നേരം നിന്നിട്ട് ഒരെണ്ണ കിട്ടിയത്. കിട്ടി. എവിടെ നിക്കിയ? എത്രാമത്തെ? 2 ചാക്ക് നിറച്ചൂട്ട ഇവിടെ. ഒരു രക്ഷയില്ല. 3ാമത്തെ ചാക്ക്. അത് ഇവിടെ 2 ചാക്ക് നിറഞ്ഞു. ഇത് 3ാമത്തെ ചാക്ക് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ റേറ്റ് കുറവിന് കിട്ടാന്ന്. ഒരു ക്വാളിറ്റിക്കും കോംപ്രമൈസ് ചെയ്യാണ്ട് കേട്ടോ. കിഡ്സിന്റെ പൊട്ടിക്കാൻ പോണു. കിഡ്സിന്റെ ചാക്ക് ആർക്കാണ് കിഡ്സിന്റെ ചാക്ക്? കിഡ്സ് വെയർ, വെസ്റ്റേൺ വെയർ, എത്നിക് വെയർ, അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. അത് ഹോൾസെയിൽ റേറ്റിന് റേറ്റ് കുറച്ചിട്ട്. ഇപ്പൊ ഈ കാണുന്ന കടയിലുള്ളതിനേക്കാളും റേറ്റ് കുറവിന് കിട്ടും. അപ്പൊ എല്ലാം തിങ്കളാഴ്ച 10 മണിക്ക് ഈ ഒരു ബണ്ടല് പൊട്ടിക്കും. ഞാനും പോട്ടെ ഇനി ബാക്കിയുള്ളത് മേടിക്കാനായിട്ട്. ചാക്ക് പിടിച്ചോ. ചേച്ചിക്കാണ് മക്കളെ. ഒരെണ്ണം തായോ എന്ന് പറഞ്ഞത്. ഒരെണ്ണം താഴെന്ന് പറഞ്ഞപ്പോ ഒരെണ്ണം
കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ 10 മണിക്ക് തിങ്കളാഴ്ച എന്നും പൊട്ടിക്കും. അടുത്ത ചാക്ക് പൊട്ടിക്കാൻ പോണോ? സിംഗിൾ പീസ് അവൈലബിൾ ആണ്. കച്ചവടക്കാർക്ക് മാത്രമായിട്ട് ഇത് കിട്ടുള്ളൂ. സിംഗിൾ പീസ് ഇല്ല, റീറ്റെയിൽ ഇല്ല. 3 പീസ് അടുത്തത് ഏതാ? ഏതാ പൊട്ടിക്കാൻ പോണ? ലോങ് ടോപ്പ് ഗൗണാണ് ഇനി അടുത്തത് പൊട്ടിക്കാൻ പോണ. എടുത്തോ മക്കളെ, ഓടിക്കോ. ഫീഡിംഗ് ടോപ്പ് മെറ്റർണിറ്റി വെയർ. അപ്പൊ മെറ്റർണിറ്റി വെയറും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. മെറ്റർണിറ്റി വെയർ, സിംഗിൾ കുർത്തീസ്, 2 പീസ്, 3 പീസ്, വെസ്റ്റേൺ വെയർസ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ്. നല്ല തിരക്കാണ് കേട്ടോ. റീറ്റെയിൽ ഇല്ല, കച്ചവടക്കാർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നല്ല തിരക്കുണ്ട്. ഇനി എനിക്ക് പോകാൻ വയ്യ. ഭയങ്കര റേറ്റ് വ്യത്യാസം. നമ്മൾ സാധാരണ ക്വാളിറ്റിയിൽ കിട്ടണേക്കാളും നല്ല ക്വാളിറ്റിയിലും റേറ്റ് കുറവിനും കിട്ടും കേട്ടോ ഈ ഒരു ബണ്ടൽ പൊട്ടിക്കുന്ന സമയത്ത്. ഓരോരുത്തരുടെ പേര് എഴുതി വെക്കുക ചാക്കിലേക്ക്, മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടിട്ട്. നോക്ക്, ചാക്ക് കിട്ടിയവരെ ഓരോരുത്തരുടെ പേര് എഴുതണ്. ചേട്ടന് 3 ചാക്ക് കിട്ടിയിട്ടുണ്ട്. എത്ര? 3 4 ചാക്ക് നമ്പർ വരെ ഇട്ടേക്കാണ്. നോക്ക്, ചേച്ചീനെ ഇവിടെ നിർത്തിയിട്ട് ചേട്ടൻ അവിടെ നിന്ന് എറിഞ്ഞു കൊടുക്കാണ് ചാക്ക് നിറയ്ക്കാൻ വേണ്ടിട്ട്. വാവ്, എന്തൊരു ഹെൽപ്പിംഗ് മൈൻഡ്. ഒരു 4-5 ബണ്ടൽ പൊട്ടിച്ചു കഴിഞ്ഞു. നല്ല ക്ഷീണമായിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കണം. വിട്ടോടാ തോമസ് കുട്ടി, ഇത് കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. കാരണം ഈ കട ഒന്ന് തിരിച്ച് കാണിച്ചു കൊടുത്തേക്ക്. ഈ കാണുന്ന ഫുൾ ഐറ്റംസിനേക്കാളും റേറ്റ് കുറവിന്, അതും നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ തിങ്കളാഴ്ച 10 മണിക്ക് ബണ്ടൽ പൊട്ടിക്കുമ്പോൾ കിട്ടാം. അപ്പോൾ എനിക്കത് 4-5 കിട്ടി. പക്ഷെ ഒക്കെ വെച്ചൊരു നല്ല ക്ഷീണം. കുറച്ച് വെള്ളം ഒന്ന് കുടിക്കാൻ. എന്നിട്ട് ഞാൻ ഇതൊക്കെ തുറന്ന് കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് വെള്ളം കുത്തിട്ട് ഇപ്പോൾ വരാം. ഇപ്പൊ ഇത്തിരി സമാധാനമായിട്ടോ. ഇവിടെ ആയിരുന്നു ആക്ച്വലി ആ തിക്കും തിരക്കും ബഹളം, ആകെ ബണ്ടിൽ പൊട്ടിയുടെ സംഭവമൊക്കെ. ഇപ്പൊ സമയം 2 മണിയായിട്ടും ഇവിടെ ബില്ലിങ് കഴിഞ്ഞിട്ടില്ല. അത്രയും ആൾക്കാർ വന്നിട്ടുണ്ട്. എന്താ ഈ സമാധാനമായാ? ഒരു സമാധാനമായി. കുറച്ച് ബില്ലടിച്ച് മാറ്റാറുണ്ട്. ബില്ലൊക്കെ എവിടെ? ഈ വെച്ചതാണോ? ആയിരിക്കുന്ന ബില്ലടിക്കാറുള്ളത്. ചാക്കിനകത്തൊക്കെ എടുത്ത് വെച്ചേക്കുന്ന എല്ലാം ഓരോ കസ്റ്റമർ എടുത്ത് വെച്ചേക്കുന്നത്. സെലക്ട് ചെയ്ത് ഇത് ഒരാളുടെ, ഇത് ഒരാളുടെ ടീം. ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നത് ഇവരുടെ പേരുകളും ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ പേരുകളും എല്ലാം എഴുതി വെച്ചു. ഇനിയിപ്പോ ഇത് ബില്ല് അയച്ചിട്ട് നിങ്ങൾ അത് അയച്ചു കൊടുക്കും. കുറെ പേരൊക്കെ വണ്ടിയായിട്ട് വന്ന് കാറിൽ ഞാൻ കയറ്റുന്ന കണ്ടു. കുറെ പേരൊക്കെ കൈയോടെ ബില്ലടിച്ചിട്ട് കയറ്റി വിട്ടു. അപ്പൊ ഇപ്പൊ ഊണ് കഴിഞ്ഞിട്ടൊരു ലഞ്ച് ബ്രേക്കാണ്. അതിന്റെ ഒരു സപ്പോർട്ട്. ഇനിയിപ്പോ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറയാനായിട്ട്, ഇപ്പൊ ഈ ബണ്ടൽ പൊട്ടിക്കാന്ന് പറഞ്ഞാൽ ഈ ബണ്ടൽ പൊട്ടിച്ച് ഇവിടെ ഭയങ്കര തിരക്ക്. ആൾക്കാർ വാരിയിടണോ കോരിയിടണോ, എന്തൊക്കെയാ ബഹളങ്ങളാണ്. ഈ സാധനമൊക്കെ ഡാമേജ് ആണോ, ഉടായ്പ സാധനങ്ങളാണോ, അല്ലെങ്കിൽ ഇവിടെ ക്വാളിറ്റിയുടെ കാര്യത്തിലും വിലക്കുറവിലും ഒരു വിട്ടുവീഴ്ചയില്ല. ക്വാളിറ്റി ഐറ്റംസ് തന്നെയാണ്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അതാണ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. സെലക്ഷന്റെ കാര്യത്തിൽ അത് ഈ സംഭവം അതാണ്. ഈ ആൾക്കാർ വന്ന് പിടിച്ചെടുക്കുന്നത് ആ ഒരു ദിവസം പൊട്ടിക്കുന്ന ദിവസം നല്ല തിരക്കായിരിക്കും. അവർക്ക് കൊണ്ടുപോകുന്നവർക്കും നല്ല ലാഭമായിരിക്കും. എനിക്ക് വേറൊരു സംശയം കൂടി. ഇപ്പൊ ഡാമേജ് ആണോ ആ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായി. നല്ല ക്വാളിറ്റിയിലെ ഐറ്റംസ്, സെലക്ഷനുള്ള ഐറ്റംസ് ആണ് കൊടുക്കണേന്ന് പറഞ്ഞു. അപ്പൊ ഈ ബണ്ടല് പൊട്ടിക്കുന്നതും ഇവിടെ ഇരിക്കുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? ഇപ്പൊ ബണ്ടിൽ പൊട്ടിക്കുന്നതെന്ന് പറഞ്ഞാല് ഇവിടെ ഇരിക്കുന്നതിനെക്കാട്ടി കുറച്ച് റീസണബിൾ ആയിട്ട് റേറ്റ് ആയിരിക്കും. റേറ്റും ക്വാളിറ്റി ആണെങ്കിലും ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റിയാണ്. അപ്പൊ ക്വാളിറ്റിക്ക് കോംപ്രമൈസ് ഇല്ലാണ്ട് ഇവിടെ ഇരിക്കുന്നേക്കാളും റേറ്റ് കുറവിന് നമുക്ക് ഈ ഒരു ബണ്ടല് പൊട്ടിക്കുന്ന സമയത്ത് കിട്ടും. അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ വിലക്കുറവിന്റെ കാര്യത്തിലും ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ചാക്ക് കണ്ട എടുത്തിട്ട് ഓരോ കസ്റ്റമർ എടുത്ത് വെച്ചേക്കുന്നതാണ്. അതിന്റെ ഐറ്റം എന്ന് പറഞ്ഞാല് സൂപ്പർ ഐറ്റങ്ങളാണ്. അതൊന്ന് കാണിച്ചെന്നെ. കസ്റ്റമർ എടുത്തു വെച്ചേക്കുന്ന നമുക്ക് നോക്കാം. കസ്റ്റമർ എടുത്തു വെച്ചേക്കുന്ന അതുപോലെ വെച്ചാണെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. കസ്റ്റമർ എടുത്തു വെച്ചേക്കുന്ന ഇത് ഈ പേര് ഇതിലുണ്ട്. ഇത് ഞാൻ ഇവിടെ സൈഡിൽ വെച്ചു. ഓക്കെ.
അപ്പൊ ഇതൊക്കെ എന്ന് പറയുമ്പോ ഇങ്ങനെ പൊട്ടിച്ച് എറിയുമ്പോ അപ്പൊ കയ്യോടെ ഇങ്ങനെ പിടിക്കണം കേട്ടോ. ആ ഐറ്റംസ് ആണ്. അപ്പൊ ഇതിൽ എന്തൊക്കെ ഐറ്റംസ് കിട്ടും? ഇതിൽ പറഞ്ഞാൽ 3 പീസ് ഉണ്ട്, വെസ്റ്റേൺ ടോപ്പ് ഉണ്ട്, 2 പീസ് ഉണ്ട്, ഗൗൺ ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ ഐറ്റവും ഉണ്ട്. കിഡ്സ് വെയർ ഐറ്റംസ്, അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്ക് ഈ ബണ്ടൽ പൊട്ടിക്കുന്ന സമയത്ത് കിട്ടും. ആ ഐറ്റംസ് ഒക്കെ തന്നെയാണ്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഇതെന്താ 3 പീസിന്റെ ഐറ്റംസ് ആണ്. 3 പീസ് ഉണ്ട്. ഇതിനകത്ത് ഇത് തന്നെ ഒരു കസ്റ്റമർ ഇതിനകത്ത് നിറഞ്ഞ 3 പീസ് ആണെന്ന് അദ്ദേഹം എടുത്ത് വെച്ചേക്കുന്നത്. ഓക്കെ. ആ ഇത് ഇങ്ങനെ ഇരിക്കട്ടെ, ഞാൻ ഈ വെച്ചിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹം എടുത്ത് വെച്ചേക്കുന്നത് മൊത്തം 3 പീസാ. ഇത് വെസ്റ്റേൺ ടോപ്പുകൾ. ഓ അടിപൊളി തിളങ്ങണത്. ഇതിന് പാന്റ് ഉണ്ടായില്ല, ഇത് ടോപ്പ് മാത്രം. ഇനിയിപ്പോ റേറ്റ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ ഭയങ്കര റീസണബിൾ. ഞാൻ ഇവിടെ ഒക്കെ റേറ്റ് ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് കേട്ടപ്പോൾ ഇങ്ങനെ എറിയുന്ന സമയത്ത് നേരിട്ട് വന്ന് കണ്ടാലേ അതിന്റെ ഇത് അറിയത്തുള്ളൂ. റേറ്റ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ഇത് ഹോൾസെയിൽ ആണ്, റീറ്റെയിൽക്കാരാണ് ഇവിടുന്ന് എടുത്തു പോകുന്നത്. അപ്പൊ അവർക്ക് കച്ചവടം മാർജിൻ ഇട്ടിട്ട് വിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റേറ്റിന്റെ കാര്യം നമ്മൾ പറയാത്തത്. വെസ്റ്റേൺ വെയറിന്റെ കളക്ഷൻസ് ഇതൊക്കെ ഈ ബണ്ടലിൽ ഇത് ഇങ്ങനെ തന്നെ വെച്ചിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണിയാവും. പിന്നെ ഇതെന്താ ഐറ്റംസ്? വെസ്റ്റേൺ വെയറിൽ തന്നെ. അപ്പൊ ഒരാള് 5 ചാക്കൊക്കെ വെച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. 5 ചാക്ക് 3 ചാക്ക് അങ്ങനെയൊക്കെയാണ് കിട്ടിയത്. എന്തൊക്കെ കയ്യിൽ കിട്ടുന്ന സമയത്ത് അത് വെച്ചിട്ട് വേഗം നിറച്ച് ഇടാണ് ആ സമയത്ത്. ഇനി ഇത് എല്ലാ ദിവസവും ഉണ്ടായി ഈ ബണ്ടൽ പൊട്ടിക്കുന്ന പരിപാടി? സീസൺ നമ്മൾ ഡെയിലി പൊട്ടിക്കും. ഇപ്പോഴത്തെ സമയത്ത് എങ്ങനെയാ? തിങ്കള് ഇപ്പൊ മൺഡേ 10 മണി. മൺഡേ ഏതൊക്കെ തിങ്കളാഴ്ച ഉണ്ടാവും? തിങ്കളാഴ്ച 10 മണിക്ക്. 1 വീക്ക് 1 ഡേ. 10 മണിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. 9 മണിക്ക് വന്ന് ഇവിടെ ക്യൂ നിന്നോ 9. ഞാൻ ഇവിടെ 9:30 ആയപ്പോഴേക്കും എത്തിയപ്പോഴേക്കും ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. 10 മണിക്ക് നമ്മളേക്കും പൊട്ടിച്ച് തുടങ്ങും. ഇതൊക്കെ കസ്റ്റമറിന് അല്ലേ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇഷ്ടം പോലെ കോട്ട് സെറ്റിന്റെ കാര്യം പറയുമ്പോഴാണ് ഞാൻ ഇട്ടതിനെ കുറിച്ച് പറയണ്ടേ. ഈ സാധനം അവര് പിക്ക് ചെയ്തത്. യെസ്, ഞാൻ ഇട്ട സെയിം അതിന്റെ ഡിഫറെന്റ് കളർ. ഇത് പറയാണ്ടിരിക്കാൻ വയ്യ, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കേട്ടോ. ഇതിൽ തന്നെ പ്രിന്റ് വർക്ക് ആയിട്ടുള്ളത് വരുന്നുണ്ട്. അതെ, വർക്കുള്ളത് വർക്കുള്ളത് വരുന്നുണ്ട്, വർക്ക് ഇല്ലാത്തത് വരുന്നുണ്ട്. പിന്നെ ഇതിൽ എടുക്കുമ്പോ എങ്ങനെയാ നമുക്ക് ബണ്ടിൽ 6 കളർ ആയിരിക്കും. 6 കളർ ഒറ്റ അളവ്. ഡബിൾ എക്സൽ ആണെങ്കിൽ ഡബിൾ എക്സൽ ആയിരിക്കും, ട്രിപ്പിൾ എക്സൽ ആണെങ്കിൽ ട്രിപ്പിൾ എക്സൽ ആയിരിക്കും, 4XL ആണെങ്കിൽ 4XL ആയിരിക്കും. ഓക്കെ, ലാർജ് ആണെങ്കിൽ ലാർജ് ആയിരിക്കും. മാഡത്തിന് ലാർജ് മതി, ലാർജ് കണ്ട കറക്റ്റ് പെർഫെക്റ്റ്. ഞാൻ പറഞ്ഞു എനിക്കൊരു ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞു ലാർജ് കറക്റ്റ് എടുത്ത് തന്നു. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടോ ഈ ഫീൽ. എന്നുവെച്ചാൽ പാന്റിൽ ഒരു സൈഡ് പോക്കറ്റും വരുന്നുണ്ട് കേട്ടോ. പലാസോ ആണ് പാന്റ് അല്ല, മൊബൈൽ പോക്കറ്റ്. ഇത് അടിപൊളിയാണല്ലോ. 2 സൈഡ്. ഇത് കുറച്ച് ലെങ്ത് കൂടിയ ടൈപ്പ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ഈ ഒരു സെലക്ഷനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിരിക്കാൻ വയ്യ, സൂപ്പറാണ് ക്വാളിറ്റി. അതും റേറ്റ് വൈസ് പറയുമ്പോൾ ക്വാളിറ്റിയിലും വിട്ടുവീഴ്ചയില്ല. പിന്നെ കുറെ എന്റെ ഫാൻസിലൊക്കെ എനിക്ക് കാണാൻ പറ്റി. വന്നപ്പോഴേക്കും മേഡം വന്നിട്ട് കുറെ പേര് വീഡിയോയിൽ വരാണ്ടിരുന്നിട്ടുണ്ട് കേട്ടോ. അവർക്ക് എന്താ വെച്ചാൽ കച്ചവടക്കാരാണ്, അറിയാണ്ടിരിക്കാൻ വേണ്ടിട്ട് കുറെ പേര് മാറി നിന്നിട്ടുള്ളവരുണ്ട്. അവർക്കും കിട്ടി. കച്ചവടക്കാരെ മുഖം കാണിക്കരുതെന്നാണ് അവര് പറയുന്നത്. കുറച്ചുപേര് മാറി നിൽക്കുന്നത്. പക്ഷെ കുറെ പേര് ഈ ബണ്ടൽ പൊട്ടിക്കാൻ വേണ്ടിട്ട് ആ ഒരു ആക്രാന്തം കാണിക്കണാണ്. എന്തൊരു, കാരണം ഇത്രയോ നിസ്സാരം വില അവർക്ക് അതിലൊരു 3-4 നമ്മള് 10 മണിക്ക് പൊട്ടിച്ചപ്പം ഇത് ബില്ലിടാനുള്ള സാധനങ്ങളേ ഉള്ളു. അന്നേരം ആ സമയത്ത് കുറച്ച് ഒരു മണിക്കൂർ കൊണ്ട് ആൾക്കാരെല്ലാം എടുത്ത് ബില്ലടിക്കാനുള്ള സാധനങ്ങളായിരിക്കും റെഡിയാക്കി ബില്ലടിക്കുമ്പോൾ കുറച്ച് സമയമാവും. ബില്ലടിച്ച് വരണമല്ലോ. ഇനി ഇത് 3 പീസാ. 3 പീസ് ജോർജറ്റിന്റെ മെറ്റീരിയൽ കേട്ടോ. ഇപ്പൊ ഇതെല്ലാം പൊട്ടിക്കുന്നതിനകത്ത് വരുന്ന സാധനങ്ങൾ. ക്വാളിറ്റിയുടെ കാര്യത്തിൽ എന്നാ റേറ്റ് നിങ്ങൾ വിചാരിക്കുന്ന റേറ്റ് ഒന്നുമില്ല, അതിനേക്കാളും ഒന്ന് കുറഞ്ഞ റേഞ്ചിൽ. ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റ് ആവത്തില്ല ഇവിടെ വന്ന് എടുക്കുമ്പോൾ. ഇപ്പൊ നമ്മൾ കച്ചവടക്കാർക്ക് എന്തായാലും നമ്മളെ കാട്ടിയും കൂടുതൽ ഐഡിയാസ് ഉള്ളതാ. അതെ, അവർക്ക് ഇപ്പോൾ കാണുമ്പോൾ ഇത് വീഡിയോ കാണുമ്പോഴത്തേക്ക് അവർ ഇത്ര നിങ്ങൾ ഉദ്ദേശിക്കുന്ന റേറ്റ് അല്ല ബണ്ടിൽ പൊട്ടിക്കുന്ന സമയത്ത് കിട്ടണ റേറ്റ് കേട്ടോ. അപ്പൊ ഇത് എവിടെ നിന്നൊക്കെ എടുത്തെന്ന് വെച്ചാൽ അവിടെ തന്നെ എവിടെ എടുത്തേ? കണ്ടാ, ബണ്ടലിൽ വെച്ചില്ലെങ്കിൽ നാളെ ചോദ്യം വരും. കഴുത്തിലിങ്ങനെ വരും. ഇപ്പൊ വരും. പിന്നെ ഇതെല്ലാം അങ്ങനെയുള്ള ഐറ്റംസാ. ഇത് ഫുൾ ആ ഒരു കുർത്തീസും വെസ്റ്റേൺ വെയറിന്റെ. ശരിക്കും തിങ്കളാഴ്ച വന്നേ ഒന്ന് കസ്റ്റമറൊക്കെ തിങ്കളാഴ്ച വന്ന് തീർച്ചയായിട്ടും ഇത് ഒന്ന് വിനിയോഗിക്കേണ്ടതാ. അതെ, തീർച്ചയായിട്ടും ഒന്ന് വന്ന് വിനിയോഗിക്കേണ്ടതാ. അല്ല എടുത്താലും എടുത്തില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് വന്ന് നോക്കണം.
തൃശ്ശൂർ പൂരത്തിന്റെ തിരക്കൊന്നും ഒന്നുമല്ല നമ്മള് സീസണൊക്കെ ആകുമ്പോഴത്തേക്ക് ഡെയിലി പൊട്ടിക്കും. ഡെയിലി. ഓക്കെ. ഇപ്പൊ എന്തായാലും തിങ്കളാഴ്ച സമയത്തുണ്ട്. ഞാൻ വന്ന് എക്സ്പീരിയൻസ് ചെയ്തു. ഇപ്പൊ ഇവിടെ ഞാൻ കൺമുന്നിൽ കണ്ട കാഴ്ച, ഭാര്യനെ സൈഡിൽ നിർത്തിയിട്ട് ഭർത്താവ് നടുക്കിൽ നിന്നിട്ട് എന്നാ പിടിച്ചോടി പിടിച്ചോടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ ആണുങ്ങൾ ചാടി കയറി പിടിക്കുക, പെണ്ണുങ്ങളെ സൈഡിൽ നിൽക്കുക പിടിക്കാൻ വേണ്ടി. ക്യാച്ച്. അല്ല, പിടിക്കാൻ പറ്റാത്തവർക്ക് നമ്മളെ ഒന്ന് പിടിച്ച് സഹായിച്ചു കൊടുക്കും. ചാക്കിനകത്ത് പിടിച്ചിട്ട് കൊടുക്കും. അപ്പൊ രണ്ടാൾ വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഒരാളോട് കാര്യം ഒരാൾ വന്നാലും മതി, കുഴപ്പമൊന്നും മതി. ഒരാൾ വന്ന് നിങ്ങൾ നമ്മളിവിടെ നമ്മുടെ സ്റ്റാഫുകള് ഞങ്ങളൊക്കെ ആണെങ്കിലും ഹെൽപ്പ് ചെയ്യും. ഓക്കെ. അപ്പൊ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു വെസ്റ്റേൺ സ്റ്റൈലിലുള്ള ഒരു ടൂറിസ്റ്റ് സ്റ്റൈലിൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇത് വരുന്നത്. ഇതിലും കളർ ഓപ്ഷൻസ് ഉണ്ട്. ഒരു കെട്ട്, അത് ഞാൻ കെട്ടിക്കോളാം, എന്റെ കെട്ടിയോന് ഞാൻ കൊടുത്തോളാം കെട്ടാനായിട്ട്. അപ്പൊ ഇതിന്റെ കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഡിഫറെന്റ് കളേഴ്സ്, സൈസസ് വരുന്നത് XXL സൈസിലാണ് കേട്ടോ. സൈസസ് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് നമ്മുടെ യൂണിറ്റിൽ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഈ സംഭവം ഇത് ഫുൾ കോട്ടന്റെ ആണ് കേട്ടോ. പിന്നെ കലംകാരി, കാന്താ പ്രിന്റ് എല്ലാം വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതിൽ പല പല വർക്ക്സ് വരുന്നുണ്ട്. ഒരെണ്ണം ഞാൻ എന്തായാലും എടുത്ത് കാണിക്കാം. ഇത് യോക്കിൽ പാച്ച് വർക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ. അതൊക്കെ കോട്ടന്റെ മെറ്റീരിയൽ ആണ്, പക്ക കോട്ടന്റെ. ഇനിയിപ്പോ കോട്ടന്റെ ആവശ്യം വരും. കോട്ടൺ അല്ലെങ്കിലും 365 ഡേയ്സ് ഓടുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇപ്പൊ ഇനി കോട്ടന്റെ ആവശ്യം, കാലാവസ്ഥ എവിടേക്ക് പോകണം നമുക്ക് തന്നെ അറിയത്തില്ല. ചൂട് സഹിക്കാൻ പറ്റാതെ ചിലപ്പോ മഴ, ചില സ്ഥലത്ത് പോയ മഴ, ഈ മാതിരി അംഗങ്ങള്. ഇന്നലെ ആണെങ്കിൽ മഴയായിരുന്നു അല്ലേ? ഇന്നലെ അവിടെ മഴ ഉണ്ടായിരുന്നു. ഇന്നലെ അവിടെ മഴ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് പോയപ്പോ അവിടെ മഴ ഉണ്ടായിരുന്നു. ഇനി ഏതാ സ്ഥലം എന്ന് ഞാൻ പറയുന്നില്ല. കാലാവസ്ഥയൊന്നും പറയാൻ പറ്റില്ല. അത് ഡിഫറെന്റ് ആയിട്ട് ഇനിയിപ്പോ അജറക്കിന്റെ പ്രിന്റ് ഉണ്ട്, കാന്ത പ്രിന്റ് ഉണ്ട്, അങ്ങനെ പല പ്രിന്റ്സിൽ വർക്ക് ഉള്ളത്, വർക്ക് ഇല്ലാത്തവരുടെ ഇതൊക്കെ ഫുൾ ഇവരുടെ യൂണിറ്റ് പ്രൊഡക്ഷൻ അങ്ങനെ വർക്ക് ഉള്ളത് കേട്ടോ. വർക്ക് ഉള്ളത് വരുന്നത് ഇതൊക്കെ സിംഗിൾ കുർത്തീസ് ആണ് കേട്ടോ. ഡെയിലി വിത്ത് ലൈനിങ് കോട്ടന്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല നമ്മുടെ ബോസിന്. അതിലും വിട്ടുവീഴ്ചയില്ല. ഇനി കുർത്തീസ് മാത്രമല്ല കേട്ടോ, ഇവിടെ വെസ്റ്റേൺ വെയർ ഉണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ കിഡ്സിന്റെ ഐറ്റംസ്. ഇനി ഒരു ഫ്ലോറും കൂടി ഉണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, ആ ഒരു ഫ്ലോർ മൊത്തം ബാബാ സൂട്ട് ടോപ്പിന്റെ കളക്ഷൻ നമ്മുടെ യൂണിറ്റിൽ നിന്ന്. ഇത് പറഞ്ഞ പോരാ എടുത്ത് കാണിക്കും. ഇത് ജോർജറ്റിന്റെ മെറ്റീരിയലില് ഹാൻഡ് വർക്ക് വരുന്നതാട്ടോ. ഇത് റിങ്കിൾ ഹാൻഡ് വർക്ക് വരുന്നത്, റൗണ്ട് നെക്കിൽ ചിനോൺ സിൽക്ക്. ഓ ദേ കിടക്കട്ടെ. നല്ല ലൈറ്റ് വെയിറ്റിൽ കേട്ടോ. അതിലും ഫുൾ വർക്ക്. ഒരു പാർട്ടി വെയർ കളക്ഷൻ. സിംഗിൾ ഒരു കുർത്തിയാണ് വരുന്നത്. ഇത് സ്ലബിനകത്ത് ഹാൻഡ് വർക്ക്. കളേഴ്സ്, സൈസസിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാ സൈസസ് അവൈലബിൾ ആണ്. പ്ലസ് സൈസ് വരെ ഇവിടെ 5XL വരെ കിട്ടും. 5XL വരെ അവൈലബിൾ ആണ്. അപ്പൊ പ്രൊഡക്ഷൻ ഇവരുടെ ഓൺ പ്രൊഡക്ഷൻ. ഹെവി റയോണില് ഫുൾ ഹാൻഡ് വർക്ക്. റയോണിനകത്ത് ഹാൻഡ് വർക്ക്, ഏലയും കട്ടി. ഇതില് 2 കളർ ഷെയ്ഡ് വരുന്നുണ്ട്. 4 കളർ ഷെയ്ഡ് വരും. 4 ഉണ്ട് അല്ലേ? പിങ്ക്, ഗ്രീന്, പിന്നെ മസ്റ്റേർഡ് യെല്ലോ, ഗ്രീൻ, അങ്ങനെ ഈ കാണുന്നതാണ് കേട്ടോ ഷെയ്ഡുകൾ വരുന്നത്. ഇതിന്റെയൊക്കെ ഒരുപാട് കളേഴ്സ് വരുന്നതാണ്. ഇത് പാച്ച് വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ജോർജറ്റിന്റെ യോക്കില് പാച്ച് വർക്ക്, അതുപോലെ തന്നെ ഫ്ലീറ്റ് വരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ ഈ കാണുന്നത്. ഈ ഹാൻഡ് വർക്കിന് തന്നെ ഈ കാണുന്നത് ഫുൾ ഈ കാണുന്നത് ഫുൾ ആ ഒരു പാച്ച് വർക്കിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള, എന്ന് വെച്ചാൽ ഹാൻഡ് വർക്കും പാച്ച് വർക്കും ചെയ്തിട്ടുള്ള ജോർജറ്റിന്റെ മെറ്റീരിയല്. ഇതില് ചിനോൺ സിൽക്കിനകത്ത് ഹാൻഡ് വർക്ക് ചെയ്തത്. എന്ത് രസമല്ല, പാർട്ടി വെയർ കളക്ഷൻ കണ്ടോ. അത് ഞാൻ ഇട്ടപ്പോൾ ഒരു തിളക്കാണ് അല്ലേ. ആക്ച്വലി ഇത് നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ. വർക്ക് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നല്ല ഫ്രോക്ക് റിങ്കിളില് ഫ്രോക്ക് മോഡൽ ഫ്രോക്ക് മോഡല് പഫ് സ്ലീവ്. പിന്നെ അവിടെ ബണ്ടിൽ പൊടിക്കുമ്പോൾ ഞാൻ മെറ്റർണിറ്റി വെയർ, ഫീഡിംഗ് ഒക്കെ ഇതൊരു ഫാൻസി ഫീഡിംഗ് ടോപ്പ് ബണ്ടിൽ പൊടിക്കുമ്പോഴും എല്ലാം കിട്ടൂല. ഓക്കെ. ഇത് പഫ് സ്ലീവ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ കുറച്ച് കളക്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ ചിലപ്പോ ബണ്ടിൽ പൊട്ടിക്കുന്ന സമയത്തൊക്കെ കച്ചവടക്കാരല്ല ഇത് ഈ ബണ്ടിൽ പൊട്ടിക്കുന്ന സമയത്ത് ഒന്ന് വന്ന് നോക്കി അത് വിലയിരുത്തുന്നത് നല്ലതാണ്. പിന്നെ പ്രത്യേകിച്ച് നല്ല വിലക്കുറവായിരിക്കും, നല്ല ക്വാളിറ്റി ആയിരിക്കും. ഓരോരുത്തരും 5 ചാക്കൊക്കെ വെച്ചിട്ട് ആ ബണ്ടിൽ പൊട്ടിക്കുന്ന സമയത്ത് എടുത്ത് അങ്ങോട്ട് എറിയാണ്. ചാക്കിൽ നിറച്ചോണ്ടിരിക്കണം. അങ്ങനെ 5 ചാക്കൊക്കെ എടുക്കാൻ വെറുതെ എടുക്കുന്നില്ല. തീർച്ചയായിട്ടും അവർക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് വെറുതെ എല്ലാവരും എടുക്കണത്. അവർക്ക് അതിന്റേതായിട്ടുള്ള ഒരു എടുത്തോണ്ട് പോകുന്നവർ തന്നെയാണ് പിന്നെയും ഈ തിങ്കളാഴ്ച പൊട്ടിക്കുമ്പോൾ വരുന്നത്. വീണ്ടും പുതിയ കസ്റ്റമർ ഇതിന്റെ അറിഞ്ഞു വരേണ്ടതാ. തീർച്ചയായിട്ടും നല്ല ഇതാ. അപ്പൊ ഇത് എവിടെ സ്ഥലം വരേണ്ടത്? എവിടെയാ
കൊല്ലം വടയാറ്റുകോട്ട റോഡ്. വടയാറ്റുകോട്ട റോഡ് ഹിറ ഗാർമെന്റ്സ്. ചിന്നക്കട. ചിന്നക്കട വടയാറ്റുകോട്ട റോഡ് പറഞ്ഞാൽ ചിന്നക്കട സ്ഥലത്തിന്റെ പേര്, വടയാറ്റുകോട്ട റോഡിന്റെ പേര്. റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ കുറച്ച് ദൂരമേ ഉള്ളൂ. 5 മിനിറ്റ്. ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് അടുത്താണെങ്കിൽ ഓട്ടോക്കാരുടെ അടുത്ത് പറഞ്ഞാല് വടയാറ്റുകോട്ട റോഡ് എന്ന് പറഞ്ഞാൽ മതി. 5 മിനിറ്റിന്റെ റോഡ് ആർക്കേടെ അടുത്ത് ആർക്കെ റീറ്റെയിൽ ആണ്. നമ്മൾ നിൽക്കുന്നത് ഹോൾസെയിലാണ് കേട്ടോ. അപ്പൊ ഏറ്റവും കൂടുതൽ അറിയുന്ന റീറ്റെയിൽ കടക്കാരെ ആയിരിക്കുമല്ലോ ആൾക്കാർ. ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ നമ്മള് അങ്ങനെ പരസ്യമൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതെ, അത് കച്ചവടക്കാരല്ലേ വന്നെടുക്കുന്നത്. അതെ, അത് കച്ചവടക്കാർക്ക് അറിയുള്ളൂ. റീറ്റെയിൽ എന്ന് പറയുമ്പോൾ എല്ലാം ജനങ്ങൾക്ക് അറിയാം. അപ്പൊ ആർക്കേരെ അടുത്തായിട്ട് പറഞ്ഞാലും മതി. അപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇപ്പൊ ഹീര ഹോൾസെയിലേഴ്സ്. ഇത് കുറെ വർത്താനൊക്കെ അതിന് ബാക്കി കളക്ഷൻസ് കാണിക്കേ. അങ്ങോട്ട് ചാടി ചാടി ഇപ്പൊ ഊണാഴ്ച കാരണം ഇത്തിരി ഉഷാർ കുറവുണ്ടേ അല്ലേ? ചാടൊന്നും പറ്റണില്ല. എന്നാലും കളക്ഷൻസ് കാണിക്കുന്നതിന് ഒരു കുറവില്ല. അത് അടുത്ത കിടന്ന ഫുള്ള് തിളങ്ങണതും മിന്നണതായിട്ട് ഇങ്ങനെ പഞ്ചസാര മുത്തുകള്. ഇത് വേറൊരു വെറൈറ്റി ഫോയിൽ പ്രിന്റില് ഒരു ജ്വൽ നെക്ക് മോഡൽ കേട്ടോ. ഈ ഒരു മോഡൽ കുറച്ച് ജ്വൽ നെക്ക് പാറ്റേൺ നമുക്ക് ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. ഇത് ജ്വൽ നെക്ക്, പ്രിന്റിനകത്ത് ജ്വൽ നെക്ക്. ചിലപ്പോ പ്രിന്റിനകത്ത് ജ്വൽ നെക്ക് സാധാരണ പ്ലെയിനില് നമുക്ക് ഒരുപാട് ചെയ്ത്. പക്ഷെ ഇത് ഒരു ഡിഫറെന്റ് ജ്വൽ നെക്കാണ്. നമ്മൾ നോർമലി കാണുമ്പോൾ നമുക്ക് യു അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള കാണും. പക്ഷെ ഇതൊരു വീലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഡിഫറെന്റ് ആയിട്ടുണ്ട് ജ്വൽ നെക്ക്. പിന്നെ ഇതെന്താണ് ഫ്രോക്ക് മോഡൽ ഷിഫോണിനകത്ത് ഹാൻഡ് വർക്ക് ചെയ്യും. എന്നെ ഇങ്ങനെ ചെറുപ്പമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രോക്ക് ഇടിപ്പിച്ച് ടൗസർ ഒക്കെ ഇല്ലേ? ഇനി തൊട്ട് ടൗസർ ഇട്ടുന്നുണ്ടോ? ഒന്നുകൂടി ചെറുപ്പാവൂലേ? ഇതാ ഇത് ഫ്രോക്ക് കേട്ടോ. അതെ, അതൊക്കെ ഇവിടെ കിട്ടുമോ? എല്ലാം ഉണ്ട്, ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. അപ്പൊ ഇത് പഫ് സ്ലീവില് വരുന്നതാണ് കേട്ടോ. ഇതിന്റെ കളേഴ്സ് വരുന്നുണ്ട്, ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ വരുന്ന ഹാൻഡ് വർക്ക് എംബ്രോയിഡറി വർക്കാണ്. എംബ്രോയിഡറി. ഇത് സിംഗിൾ ഒരു കുർത്ത അല്ലേ? കുർത്ത എന്ന് പറഞ്ഞാല് ലാർജ് ആണെങ്കിൽ ലാർജ്, എക്സൽ ആണെങ്കിൽ എക്സൽ, ഡബിൾ എക്സൽ ആണെങ്കിൽ ഡബിൾ എക്സൽ, അങ്ങനെ 4 കളറാണ്. 4 കളർ. ഓക്കെ. അപ്പൊ ഈ 4 കളർ എടുക്കണം. 4 5 കളർ അല്ല 4 കളർ. ഇത് വേറെ കെട്ടിന്ന് പൊട്ടിച്ചതാ. ഓക്കെ. ഇങ്ങനെ 4 കളർ വരുന്നത്. പാറ്റേൺ വൈസ് നോക്കുമ്പോ ഇതാണ് പാറ്റേൺ വരുന്നത് കേട്ടോ. പിന്നെ ഡെനീമിന്റെ സ്കേർട്ടും ഞാനിത് അന്വേഷണം നടക്കായിരുന്നു. ഇനിയിപ്പോ ഈ കളർ തന്നെ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഈ കളറല്ലേ ഇട്ടേക്കുന്നു. അപ്പൊ വേറൊരു കളർ എടുക്കുമ്പോഴത്തേക്ക് അതിനൊരു വെട്ടം കിട്ടും. എന്റെ പൊന്നോ, നല്ല അടിപൊളി ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് ഈ ഒരു ടോപ്പും ഡെനിമിന്റെ പവാട. അത് ഫുൾ ഉണ്ട്, ഹാഫ് ഉണ്ട്, 3/4 ഉണ്ട് ഇല്ലേ? ഇതെങ്ങനെയാ എടുക്കേണ്ടത്? അത് 4 അളവാ. ഇതിൽ കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇപ്പൊ കളേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലാക്കിൽ വരുന്നുണ്ട്, പിന്നെ ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ. ആ ലൈറ്റ് ബ്ലൂ എടുത്ത ലൈറ്റ് ബ്ലൂ. ഇത് കയ്യിലിരിക്കണം. ഇതൊരു ഗൗണാണ്, ഡെനിമിന്റെ ഗൗണാണ്. ഈ ഗൗൺ ഇടുന്നവരും ഈ കുറച്ച് ഫുള്ളായിട്ട് ഇടുന്നവരും ഇടാമല്ലോ. അങ്ങനെ ഗൗൺ ഇടുന്നവർക്ക് ഇടുന്നവരും അങ്ങനെയൊക്കെ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പർദ്ദയ്ക്ക് പകരം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പർദ്ദ ഉണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ട്. എന്നാലും ഇത് യൂസ് ചെയ്യണമെങ്കിൽ ഗൗൺ ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിലും കളേഴ്സ് വരുന്നുണ്ട്. ഇത് സൈസസ് വരുമ്പോൾ ഇത് എങ്ങനെയാണ്? 4XL വരും, 4XL, ഡബിൾ XL, 3XL, 4XL അങ്ങനെ വരും. 4XL സൈസ് ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ. അപ്പൊ 4XL സൈസ് വരെ ഗൗൺസ് അവൈലബിൾ ആണ്. ഇനി ഇതിലേക്ക് തന്നെ ടോപ്സും അവൈലബിൾ ആണ് കേട്ടോ. ബെസ്റ്റ് വരെ ടോപ്സ്. ഇതൊക്കെ 5XL, 5XL കുർത്തി. അതൊന്ന് വലിപ്പം ഒന്ന് നോക്കട്ടെ. എന്റെ പൊന്നെ, 5XL കുർത്തിയാണ് ഈ കാണുന്നത്. 6XL കാർക്ക് വേറെ യൂസ് ചെയ്യാൻ പറ്റും, അത്രയും വലിപ്പമുണ്ടെന്ന്. ഒരു മിനിറ്റ് കേട്ടോ, അങ്ങനെ തന്നെ പിടിച്ചെന്നോ. ഇത് കൊല്ലും ഞാൻ. അങ്ങനെ തന്നെ പിടിച്ചെന്നോ. ഓണ. ഇനി ഇതിൽ നോക്കുകയാണെങ്കിൽ ഇത് തന്നെ സെയിം സാധനമാണോ എടുക്കണേ? ഇത് വേറൊരു കളർ വൈസ് ഒരുപാട് കളർ ഉണ്ട്. എന്ത് രസം നോക്കുക. ഹാൻഡ് വർക്കിന്റെ ഫിനിഷിംഗ് കണ്ടോ, സൂപ്പർ. ഇത് ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് വരുന്നത് കേട്ടോ, ഫ്രിൽ ടൈപ്പ് ആയിട്ടുള്ളത്. ഇനി ഇതിൽ ഫീഡിങ് കുർത്തി അങ്ങോട്ട് മുന്നിൽ നിന്ന് മാറി. ഞങ്ങളുടെ ആൾക്കാർക്ക് നിങ്ങളുടെ തലയില്ല കാണണ്ട, ഞങ്ങൾക്ക് ഡ്രസ്സാണ് കാണേണ്ടത്. കണ്ട അടിപൊളി അല്ലേ? ഇതിൽ തന്നെ ഫീഡിങ് വരുന്നുണ്ട് കേട്ടോ. ഫീഡിങ് വേണമെങ്കിൽ ചോദിച്ചു കാണിക്കുമ്പോ നമ്മള് പരിസരം മറന്നു. അതെ, ഇത് അത്ര സെലക്ഷൻ ഉണ്ട്. നിൽക്കുന്ന സ്റ്റാഫൊക്കെ സെലക്ഷൻ ഉണ്ടെങ്കിൽ എടുത്ത് കാണിക്കാൻ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 2 പീസിന്റെ ആണ്. കോട്ട് സെറ്റ് പോലെ വരുന്നതാണ്. പാന്റ് ആയിട്ട് വരുന്നത്. ഈ പാന്റ് പിടിച്ച ടോപ്പ് ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ ബാക്കിലും പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ. ബാക്കിലും ഫ്രണ്ടിലും പ്രിന്റ്. ഇതിൽ കളേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ 4
പോരാ 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 പിടിക്കാൻ പറ എറിഞ്ഞ നോട്ടെ ഞാൻ പിടിക്കാൻ പറ്റും നോട്ടെ ഒറ്റ കൈ പിടിക്കണം. രണ്ട് കൈ അതാദ്യം പറയട്ടെ. അപ്പൊ അങ്ങനെ 5 കളറാണ് വരുന്നത് കേട്ടോ. ഇത് മൊത്തം ഇതൊക്കെ ബണ്ടിൽ പൊട്ടിക്കുന്നതിനകത്ത് വരുന്ന കോഡ് സെറ്റുകളാണ് കേട്ടോ ഇതൊക്കെ അല്ലേ. ഓക്കെ, ബണ്ടൽ പൊട്ടിക്കുമ്പോ എന്താ വരാന്ന് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. വരുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ. വില നിങ്ങൾ നേരിട്ട് വന്ന് ശരിക്കും ഫീൽ ചെയ്ത് അങ്ങനെ നമ്മളിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, അത്രയും നേരിട്ട് തീർച്ചയായിട്ടും വന്ന് ഇതൊന്ന് ആൾക്കാരൊന്ന് വന്ന് നോക്കേണ്ടതാണ്. ഇത് ഇവിടെ കച്ചവടക്കാര് വരണം. ഞാൻ സീരിയസ് ആയിട്ട് പറയും, ഇങ്ങോരെ നിർത്തിക്കൊണ്ട് പറയണതല്ല. ഞാൻ രാവിലെ വന്നില്ലേ ഈ ബണ്ടൽ പൊട്ടിക്കുന്ന സമയത്ത് റീറ്റെയിൽ കസ്റ്റമേഴ്സുകാരും മാത്രമല്ല കേട്ടോ, ഹോൾസെയിൽ കസ്റ്റമേഴ്സ് വരെ ഇവിടെ വന്നിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ പേര് എനിക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല, പക്ഷെ ഹോൾസെയിൽ കസ്റ്റമേഴ്സ് ഇവർ ഓൾറെഡി ഹോൾസെയിലേഴ്സ് ആണ്. ഈ കസ്റ്റമർ വീഡിയോ എടുക്കുമ്പോൾ തന്നെ അവർക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. കാര്യം മറ്റുള്ളവർ കാണരുത്. കുറെ പേരൊക്കെ മാറി പോയിട്ടുണ്ട്. കുറെ പേര് പറയണേ ഞങ്ങളുടെ മുഖം കാണിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവര് ഹോൾസെയിലിൽ നിന്ന് പിന്നെയും റീറ്റെയിലേക്കാണ് പോണത്. അപ്പൊ എത്ര മാർജിൻ ഇട്ടിട്ടാണ്. അപ്പൊ ഡയറക്റ്റ് നിങ്ങൾ റീറ്റെയിൽ കസ്റ്റമേഴ്സ് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ആ ബെനിഫിറ്റ്, ആ മാർജിനൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ മറക്കണ്ട, എല്ലാം തിങ്കളാഴ്ച കൃത്യം 10 മണിക്ക് ഇവിടെ ബണ്ടല് പൊട്ടും. ഫോൺ വിളിച്ചൊന്ന് ചോദിച്ചാൽ മതി ഏതൊക്കെ ദിവസം ബണ്ടല് പൊട്ടിക്കാൻ. തലേ ദിവസം തന്നെ വിളിച്ചു ചോദിച്ചാൽ ചിലപ്പോൾ ഇവര് മനസ്സ് പറയാൻ ഞങ്ങൾ നാളെ പൊട്ടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയിലോട്ടോ, ബാഗ് ഓടിക്കിട്ട് പോന്നോ. അപ്പൊ കൊല്ലത്താണത്. ഇനി അടുത്തത് എന്താ നമ്മുടെ കുർത്തീസിന്റെ സെക്ഷൻ. നമ്മള് എല്ലാം കാണിക്കലെന്ന് പറഞ്ഞാല് ശരിയാവത്തില്ല. ഞാൻ എന്നാലും ജസ്റ്റ് വേറെ എന്തൊക്കെയാണെന്നുള്ള ഒരു ഐഡിയ ഒക്കെ കൊടുത്തോ. ഇതെന്താ ഐറ്റം? ഇത് ഒരു പോപ്കോൺ മെറ്റീരിയൽ വരുന്ന ടോപ്പാണ്. പോപ്കോണില് ഓക്കെ, ടോപ്പ് മാത്രം. പിന്നെ നമുക്ക് കുറച്ച് ടോപ്പ് മാത്രം പറഞ്ഞപ്പോ ഞാൻ അവിടെ കിടക്കണാണ്ട് ഇപ്പൊ അങ്ങനെ എടുത്തതാണ് കേട്ടോ. ഇതൊരു ടോപ്പ്, ഇത് പോപ്കോണിൽ വരുന്നത്. ഇതൊക്കെ ചീപ്പ് ആയിട്ടുള്ള റേറ്റ് ആയിരിക്കും. ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാം. നമുക്ക് പാർട്ടി വെയറിന്റെ ഉണ്ടല്ലോ, അതൊക്കെ അതൊന്ന് നോക്കാം. പാർട്ടി വെയർ ഉണ്ട്, അത് നോക്കാം. ചിക്കൻ കാരിയുടെ കയ്യിൽ കിട്ടിയപ്പോൾ 2 എടുത്തു മാത്രം. അതെന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. ചിക്കൻ കാരിയുടെ ഒക്കെ ഇത്രയല്ല എപ്പോഴും ട്രെൻഡിലുള്ള സമയമാണ്. ഇങ്ങോട്ട് അങ്ങോട്ട് പോയി പാർട്ടി വെയർ എടുക്കാം. ചിക്കൻ കാരിയുടെ ഒന്ന് നോക്കാം നമുക്ക്. റയോണിലാണ് കേട്ടോ അത്, ഫുൾ ചിക്കൻ കാരിയിൽ. ഇതാ ഇങ്ങനത്തെ മോഡലും വരുന്നുണ്ട്. ഇനി പാർട്ടി വെയർ കിട്ടിയില്ല എന്ന് പറയണ്ട, പാർട്ടി വെയറിന്റെ കളക്ഷൻസും അവൈലബിൾ ആണ്. കറാച്ചി പാന്റ് ആൻഡ് ടോപ്പാ. ഓ എന്ത് രസാ, ജോർജറ്റിൽ കേട്ടോ ഫുൾ. അതും ഈ കാണുന്നത് ഒന്നും പോവില്ല, ഇങ്ങനെയായിരിക്കും. 3 പീസ് അങ്ങനെ പോകുന്ന സാധനമല്ല, അങ്ങനെ ഒന്നും പോവില്ല. വിത്ത് ദുപ്പട്ട. ഇത് ഇങ്ങനെ വിട് 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 ഇത് ഇങ്ങനെ വെച്ച് കാണിച്ചു കൊടുക്കണം. ഞാൻ ദുപ്പട്ട ഇടുന്നില്ല, വൈറലായി. ഞാൻ ദുപ്പട്ട ഇടുന്നില്ല, വൈറലാവുന്നു. ഓക്കെ, അതെ ഇങ്ങനെയായിരിക്കും വരാം. ഇതിന്റെ കൂടെ ഒരു ഇത് പലാസോ സെറ്റ് വരുന്നുണ്ട് കേട്ടോ, പാന്റ് വരുന്നുണ്ട്. അതിന്റെ കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. ഒരു കൈ ഉണ്ട്, ഒരു കൈ ഒറ്റ കൈ ഉണ്ട്. ആ ട്രൈ പിടിച്ചോ, ക്രിക്കറ്റിലെടുക്കാം. അപ്പൊ ഇത് 4 കളേഴ്സ് ആണ് വരുന്നത്. ഇങ്ങനെയായിരിക്കും സൈസ് വരുമ്പോ എങ്ങനെയാ വരുന്നത്? സൈസ് XL, XXL, XXL അങ്ങനെ സൈസ്. ഇതിപ്പോ ഡാർക്ക് ചാർട്ട് ആണെങ്കിൽ ഇതിന്റെ തന്നെ ലൈറ്റ് ചാർട്ട് വരുന്നുണ്ട് അല്ലെ. ലൈറ്റ് ചാർട്ട് വരുമ്പോ ഇത് വേറൊരു. വാവ്, ഇത് ഗൗണും. ഇന്ന് എന്നെ പ്രിൻസസ് ആക്കും. എന്റെ പൊന്നെ നോക്കിയേ എന്താ രസം. ഇത് 2 പീസ് അല്ലേ? ഇത് ഇങ്ങനെയായിരിക്കും വിത്ത് ദുപ്പട്ട. ഇത് 2 പീസ് അല്ലേ വരുന്നത്? ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പർ അടിപൊളി സൂപ്പർ കളക്ഷൻ. അതിന് ഫുൾ ലൈറ്റ് ചാർട്ടാണ്, ഫുൾ ഗ്രേ, പിങ്ക്, ഗ്രീൻ, അതുപോലെ ഡിജിറ്റൽ പ്രിന്റ്. ഇത് ഡിജിറ്റൽ അല്ലേ? ഷിഫോണിനകത്ത് ഡിജിറ്റൽ പ്രിന്റ് ആയിരുന്നു. പിന്നെ അതില് ചെറിയ വർക്കുകളും. ഫുൾ പാർട്ടി വെയറില് എനിക്ക് ടോപ്പ് മതി. എന്താ രസം നോക്ക്. ഇത് കാണുന്നത് മൊത്തം പ്രിന്റ് അല്ല, ആക്ച്വലി ബ്രഷ് പെയിന്റ് ആണ് കേട്ടോ. അതില് പലാസോ വിത്ത് അടിപൊളി ഒരു ദുപ്പട്ട. അങ്ങനെ 3 പീസിന്റെ പാർട്ടി വെയർ ഒരു കോൺസെപ്റ്റ്. ഹാൻഡ് ബ്രഷ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത് കേട്ടോ. ദുപ്പട്ടയിലും ഹാൻഡ് ബ്രഷ്, പിന്നെ മൊത്തം ഇങ്ങനെ കിടന്ന് തിളങ്ങ. അത് എന്റെ വഴിക്ക് അങ്ങോട്ട് വരുന്നില്ല അല്ലേ. ഇങ്ങനെയാണ് ഫുൾ ബ്രഷ് പെയിന്റും അതുപോലെ പഞ്ചസാര മുത്തുകൾ. ഫുൾ അതിന്റെ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. കുറച്ച് പീസ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വെസ്റ്റേൺ വെയർ ആണെന്ന് തോന്നുന്നു. ഇതെന്താ സംഭവം? ഇമ്പോർട്ടഡ് ഫാബ്രിക്. ഇതൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് എങ്ങനെ ശരിയാവണം? ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ നല്ല അടിപൊളി വെസ്റ്റേൺ വെയർ ഗൗൺ ട്ടോ. ഇത് മാത്രല്ല, പുതിയൊരു മോഡല്, പുതിയൊരു പേര് അവരിടുന്നല്ല. അതൊക്കെ
നമ്മൾ ചുമ്മാ പറയല്ല, ഒന്നും ചുമ്മാ പറയുന്നില്ല. ഓക്കെ. സറാറ ഗറാറ. ഗറാറ, ഇത് ഗറാറ. സറാറ ഗറാറ എന്തൊക്കെ പേര്? ഗറാറ. ഗറാറ. ഓക്കെ ഓക്കെ. ഇതാ സറാറ ഗറാറ മോഡലാണ് കേട്ടോ ഇത് വരുന്നത്. ഇങ്ങനെയാണ് പാൻറ്റിൻ്റെ അടിയിലത്തെ വർക്ക് വരുന്നത്. അതുപോലെ യോക്കിൽ വർക്ക് വന്നിട്ടുണ്ട്. യോക്കിൽ ഫുൾ ഇതുപോലെ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ. കട്ട് ബീഡ് വർക്ക്, ഹാൻഡ് വർക്ക് എല്ലാം ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് വിത്ത് എംബ്രോയിഡറി വർക്ക്. ഇതിലൊക്കെ കളേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പം ഒക്കെ പേസ്റ്റൽ ഷെയ്ഡ് ആണെങ്കിൽ പേസ്റ്റൽ. ഇതെന്താ സംഭവം? ക്വാളിറ്റി റേറ്റ് കോംപ്രമൈസ് ചെയ്യാനില്ല. നല്ല ഫാബ്രിക്കാ, നല്ല രസമുണ്ട് കേട്ടോ. ഫാബ്രിക്കൊക്കെ ഫീൽ ചെയ്യുമ്പോൾ തന്നെ. ഇത് ദുപ്പട്ട. ദുപ്പട്ടയിൽ വൺ സൈഡ് വർക്ക് വരുന്നുണ്ട്. 2 പീസ് ആണ് ഇതില്ല. പാൻറ് ഇല്ല അല്ലേ? പാൻറ് വേണ്ട. ബോട്ടം വേറെ ഇവിടെ സെപ്പറേറ്റ് കിട്ടൂല്ലോ അല്ലേ? അത് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ പാൻസ് അവൈലബിൾ ആണോ? വെസ്റ്റേൺ വെയർ അവൈലബിൾ ആണ്. ടോപ്സ് അവൈലബിൾ ആണ്. ഇതിപ്പോ 2 പീസ്. ഇതിന്റെ ഇവിടെ നമ്മള് ഏത് മോഡൽ ഇറങ്ങട്ടെ, ഇറായി വന്നാൽ ഏത് മോഡൽ ഹീരയിൽ വന്നാൽ മതി. ഹീര ഹോൾസെയിൽ. ഓക്കെ. ഇനി ഇതൊക്കെ നമുക്ക് പാർട്ടി വെയർ കളക്ഷൻസ് ആയി ഫുൾ തിളങ്ങണത് മിലണത് അങ്ങനത്തെ വെറൈറ്റീസ്. ഇത് ഫുൾ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ഫുൾ അത് തന്നെയാണോ? പിന്നെ കോട്ടൺ. കോട്ടൺ മാത്രമായിട്ടുള്ള കോട്ടന്റെ ഇതാവുമ്പോ 3 പീസിന്റെ പക്ക ജയ്പൂരി സ്റ്റൈലുള്ള 3 പീസ് ആണ്. കോട്ടണ, പ്യുവർ കോട്ടണ. ജയ്പൂരി സ്റ്റൈലില് അങ്ക്രക്ക സ്റ്റൈലാണ് കേട്ടോ ഈ ഒരു പാറ്റേൺ വന്നിരിക്കണേ. ഇത് ഒരു സെറ്റിനകത്ത് 4 അളവായിരിക്കും. ഒറ്റ കളർ 4 അളവായിരിക്കും. സൂപ്പറാണ്. പക്ക കോട്ടന്റെ മെറ്റീരിയൽ. ജയ്പൂരി സ്റ്റൈലില് അങ്ക്രക്ക പാറ്റേൺ ഷാള്. അതും നല്ല വലുപ്പത്തിലുള്ളത്. എന്താ രസം ഇതെല്ലാം ഒരു തുറക്കുമ്പോൾ ആ ഒരു സ്മെല്ല് വന്നില്ല. പുതുമോട് കൂടിയിട്ടുള്ള സ്മെല്ല്. ആ ഒരു സ്മെൽ. മുമ്പ് പഠിക്കാൻ പോകുമ്പോ പുസ്തകത്തിനൊക്കെ ഒരു സ്മെല്ലുണ്ട്. അതിൽ എനിക്ക് ആ സ്മെല്ല് വരാറില്ല. ഞാൻ പഠിക്കുന്ന കുട്ടിയായിരുന്നു. കോപ്പി ചെയ്യാനെങ്കിലും പുസ്തകം തുറന്നിട്ടിരുന്നു എഴുതണ്ടേ. ഇത് തീരെ പുസ്തകം തുറക്കാറില്ല. അതെ ശരി, സമ്മതിച്ചു. ഇനി അടുത്ത കളക്ഷൻ എടുക്ക്. അടുത്ത കളക്ഷൻ പോരട്ടെ. കോട്ടണില് സെയിം ആ ഒരു അങ്ക്രക്ക സ്റ്റൈലിൽ നമ്മൾ നേരത്തെ കാണിച്ചില്ല. അതിന്റെ ഡിഫറെന്റ് കളർ ആണ് കേട്ടോ കാണുന്നത്. 4 പീസ്. അന്യായ വെറൈറ്റീസ് ഉണ്ട് കോട്ടണിൽ. ഇത് ഫുൾ കോട്ടന്റെ കളക്ഷൻസ് ആണ്. 3 പീസിന്റെ കളക്ഷൻസ്, പാർട്ടി വെയർ കളക്ഷൻസ്, അങ്ങനെ 360 ഷോർട്ട് ടോപ്പ് പോകണമെങ്കിൽ ഷോർട്ട് ടോപ്പ്. നമ്മൾ ഇവിടുന്ന് വീഡിയോ എടുത്ത് പോയതാണ്. ഇവിടുന്ന് വീഡിയോ എടുത്ത് പോയതാണ്. ഈ ചാക്ക് ഇപ്പൊ ഫുൾ കറക്റ്റ് ആയിട്ട് കെട്ടി വണ്ടിയായിട്ട് വരും. അപ്പോഴേക്കും ചേട്ടൻ അതൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കാണ്. നടക്കട്ടെ. ഇനി ഇതൊക്കെ എന്താ? ഈ ബോയ്സിന്റെ ഐറ്റംസ്. അപ്പൊ ഇതൊക്കെ ഒന്ന് കാണിക്കേ. ബോയ്സിന്റെ ഐറ്റംസിൽ ഇത് 3 പീസിന്റെ എവിടെ സ്റ്റാർട്ട് ചെയ്യണേ? പൊട്ടിക്കണല്ലോ. ഇതൊക്കെ ഇങ്ങനെ 6 പീസിന്റെ ഒരു സെറ്റ് ആയിരിക്കും. പാർട്ടി വെയർ കളക്ഷൻ നമുക്കിപ്പോ ഈ ആനുവൽ ഡേക്കൊക്കെ ഒറ്റ കളർ ഈ പിങ്ക് വേണമെങ്കിൽ എത്ര പീസ് വേണമെങ്കിലും കിട്ടും. കുട്ടികൾക്ക് ഒരേപോലെ ഡാൻസ് കളിക്കാനായിട്ട് അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ സ്കൂളിലൊക്കെ വരിക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ വരുമ്പോൾ ഒരേപോലത്തെ യൂണിഫോം ആയിട്ട് നമുക്ക് വേണമെന്ന് വെച്ചാൽ ചെറുത് തൊട്ട് വലുത് വരെ എല്ലാം സൈസ് അവൈലബിൾ ആണ് ബോയ്സിൽ. അതുപോലെ തന്നെ ഗേൾസിലേക്കും വരുന്നുണ്ട് കേട്ടോ. ചിക്കൻ കറി ബോയ്സിനും ഓപ്പൺ ചെയ്തതുണ്ട്. ഗോൾഡൻ യെല്ലോ ആണ്. ഈ മഞ്ഞ കല്യാണങ്ങളൊക്കെ പോകണ്ടോ? അത് ചെറുത് തൊട്ട് വലിയ ഇത് വരെ കേട്ടോ. കല്യാണങ്ങൾക്ക് അങ്ങനത്തെ പ്രോഗ്രാം എല്ലാത്തിനും ചിക്കൻ കറിയാണ്. അത് ആൺകുട്ടികൾക്ക് കേട്ടോ. ഇത് ഫുൾ. ഇത് വേണ്ട. അതിന്റെ കൂടെ പാന്റും ഉണ്ടോ? അത് കാണിച്ചില്ല കേട്ടോ. അത് ഇനി കുർത്ത മാത്രമല്ല, പാന്റും അവൈലബിൾ. അത് മാത്രമല്ല നേരിട്ട് വന്ന് കുർത്ത മാത്രമല്ല, നമുക്ക് ഷർട്ട് വേണമെങ്കിൽ ഷർട്ട്സും അവൈലബിൾ ആണ് അല്ലേ? ഷർട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഫുൾ ആയിട്ട് എടുക്കണം കേട്ടോ. ഇതിലപ്പോ എത്ര പീസ് വരും? നമുക്ക് 8 പീസാ 10 പീസാ? 10 പീസ് ഒരൊറ്റ കളർ. അപ്പൊ സൈസ് എങ്ങനെ വരാം? സൈസ് 5 to 10. ഇതിന്റെ കളക്ഷൻ ആണ് ഈ ഫുൾ കാണുന്നത്. ഇവിടെ മൊത്തം ഇരിക്കണം. അതിന്റെ ഷർട്ട്സ്, ടീഷർട്ട്സ് ഒരു ഒറ്റ കളർ ഒറ്റ ഡിസൈനിന് വേണമെന്ന് പറയുന്നത് എല്ലാം അവൈലബിൾ ആണ്. ഈ ഇങ്ങനെയുള്ള ഇതിന്റെ അപ്പൊ നമ്മള് പിങ്ക് ഉണ്ട്, റെഡ്, ചില്ലി റെഡ്, പിങ്ക് കണ്ടില്ല, അതിന്റെ റെഡ് കളർ, വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷൻ, സ്കൈ ബ്ലൂ. ഇതൊക്കെ ബൾക്കായിട്ട് ആനുവൽ ഡേ ഒക്കെ നടക്കാൻ പോകല്ലേ? ചില സ്കൂൾ കഴിഞ്ഞു, ചില സ്കൂൾ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ ഫുൾ ബോക്സ് അത് തന്നെ ഇരിക്കണത്. എത്ര ഉദ്ദേശം എന്ന് വെച്ചാൽ എത്ര പീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കിട്ടും. ഇത് ഫുൾ പെൺകുട്ടികളുടെയാ.
ഇത് ഫുൾ പെൺകുട്ടികളുടെ ഡാൻസ് കളിക്കാൻ പറ്റിയിട്ടുള്ള ഇവിടെ മാത്രമല്ല വേറെ മുകളിലും ഉണ്ട് ട്ടോ. ഓ നല്ല രസമുണ്ടല്ലേ ഈ ഒരു ഇരിക്കണ കാണാനായിട്ട് അല്ലേ. ഇതിനും എത്ര പീസ് വേണമെങ്കിലും അവൈലബിൾ ആണ് കേട്ടോ. ഇതിന്റെ സൈസസ് നമുക്ക് എത്ര തൊട്ട് എത്ര വരെ വരും? 22, 32, 34, 36, 38. അതെ ഫുൾ കുട്ടികളുടെ പെൺകുട്ടികളുടെ കേട്ടോ. ഇതാരൊക്കെയോ ഇങ്ങനെ സെലക്ട് ചെയ്തെടുത്ത് തുറന്നു വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. ഫ്രോക്സിന്റെ തന്നെ നല്ല വെറൈറ്റീസ് ഉണ്ട്. ഈ ഫുൾ കാണുന്ന സെക്ഷൻ മൊത്തം ഫ്രോക്സിന്റെ. പിന്നെ മുകളിൽ ഒരു ഫ്ലോർ മൊത്തം വെസ്റ്റേൺ നോക്കുകയാണെങ്കിൽ ദാ വെസ്റ്റേണും കിട്ടി എനിക്ക് കയ്യിൽ. ഇതാ ഇത് 2 പീസിന്റെ ആണ് കേട്ടോ വരുന്നത്. അതുപോലെ ഇതൊരു ഫ്രോക്ക് നല്ല രസമുണ്ട് കേട്ടോ. ഇതിന്റെ ഫ്രോക്കിന്റെ കളക്ഷൻസ് ഒക്കെ കാണിക്കാൻ. അപ്പൊ ഈ ഒരു സെക്ഷൻ നമുക്ക് എനിക്ക് തോന്നുന്നത് നിങ്ങളല്ല ഇതിന്റെ ആള്. ഓരോരുത്തരാണ്. ഇതൊരു ഫ്രോക്ക് അടിപൊളി. എന്താ രസമല്ലേ ഇതൊക്കെ പിള്ളേരൊക്കെ ഇട്ട് വരുമ്പോ നല്ല കളറ്. തൈക്കിന്റെ കാശ്മീ കളർ റേറ്റ് കുറവായിരിക്കും ഇവിടെ കിട്ടും. ലാച്ചകളുണ്ട്. അതൊക്കെ ആ സൈഡിലായിരിക്കണം ലാച്ചാസ് ഒക്കെ. അതൊക്കെ ഇനി തുറന്ന് കാണിക്കണം നമുക്ക്. ഇനി ഈ പുറത്ത് വെസ്റ്റേണൊക്കെ ഒന്ന് നോക്കിയാലോ. ഈ ഫ്രോക്ക് സിമ്പിൾ ആയിട്ടുള്ള ഫ്രോക്ക് വേണമെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതുണ്ട്. ഏത് മോഡൽ വേണമെങ്കിൽ ഇതൊക്കെ നോക്കിയേ. ഇത് സിൻഡ്രേല സ്റ്റൈലിലുള്ള ഒരു ഫ്രോക്ക്. അതുപോലെ ഇത് കണ്ടോ ഇതൊരു പ്രത്യേകത ഉള്ള ഒരു ഫ്രോക്ക്. അങ്ങനെ വെറൈറ്റീസ്. വെസ്റ്റേൺ വെയറിന്റെ 2 പീസ് പാൻറ്. ആക്ച്വലി 2 പീസ് അല്ല 3 പീസാണ് വരുന്നത്. വിത്ത് ജാക്കറ്റ് അടക്കം വരുന്നത്. റിമൂവബിൾ ആണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. അത് ഫുൾ കെട്ടിട്ട് പിന്നെ 6 അളവായിരിക്കും. പിന്നെ കളേഴ്സ് ഈ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഗ്രീൻ അല്ല സോറി യെല്ലോ, റെഡ് ആൻഡ് പിങ്ക്. അങ്ങനെ 3 കളേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ ഫ്രോക്കിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. കോട്ടന്റെ ഫ്രോക്കുകൾ സിമ്പിൾ ആയിട്ടുള്ള ഫ്രോക്കുകൾ, പാർട്ടി വെയർ ഫ്രോക്ക്, കോട്ടന്റെ ഫ്രോക്ക്, പിന്നെ വെസ്റ്റേൺ വെയർ കളക്ഷൻസ്. അതുകൊണ്ട് ഇത് മൊത്തം ബോയ്സിന്റെ അല്ലേ? ബോയ്സിന്റെ ജീൻസിന്റെ പാരച്യൂട്ട് ബാഗി എല്ലാം ഏത് മോഡലും ഉണ്ട്. ജീൻസിന്റെ ഞാൻ ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കാണിക്കുന്നു. ഒരുപാട് മോഡലുണ്ട്. ഇതൊക്കെ ജീൻസുകളാണ് ആൺകുട്ടികൾ. 22, 32, 40 വരെ സൈസ്. ഇതൊരെണ്ണെടുത്ത് ഇത് കോട്ടന്റെ ഉണ്ട് കേട്ടോ. കോട്ടന്റെ വെറൈറ്റീസ്, ജീൻസിന്റെ വെറൈറ്റീസ്. ജീൻസിന്റെ പിന്നെ കോട്രോയുടെ ഉണ്ട്. ഇത് സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അത്യാവശ്യം 2 സൈഡിൽ പോക്കറ്റ് വരും. 2 അല്ല ബാക്കിൽ പോക്കറ്റും വരുന്നുണ്ട്. അങ്ങനെ 4 പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കോട്ടൻ്റെ മെറ്റീരിയലിൽ. പിന്നെ ജീൻസിൻ്റെ മെറ്റീരിയലും വരുന്നുണ്ട്. കടന്നു കസ്റ്റമേഴ്സാണ് അവർ പൊക്കോട്ടെ. ഇനി നമുക്ക് മുകളിലേക്ക് പോയാലോ? ഇവിടെ ഉണ്ടല്ലേ ബോയ്സിന്റെ ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ട്. എന്നാ കാണിക്കേ. ഷർട്ട് മാത്രമല്ല കേട്ടോ. ബാക്കിൽ ട്രൗസർ ഉണ്ട്. അപ്പൊ ഇതെങ്ങനെയാ എടുക്കേണ്ടത്? 3 പീസ് 3 അളവ്. ഓക്കെ. അതില് നമുക്ക് ഷർവാണി ടൈപ്പ് വേണമെങ്കിൽ ഉണ്ട്. ജാക്കറ്റ് മോഡൽ വേണമെങ്കിൽ അതുണ്ട്. ഇത് എന്താ മോനെ? ഓ പൊളി. ഈ സാധനം എടുത്താ ഇതെന്താ തുറന്നേ? ഇതൊരു പ്രത്യേക ജാക്കറ്റ്. നമ്മൾ പ്ലെയിൻ അതില് കുറച്ച് ശരിക്കും പെൺകുട്ടികളുടെ ഐറ്റം ആണ്. കുറച്ച് വെറൈറ്റീസ് കൂടുതൽ. ആൺകുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്ത് തേടി പിടിച്ച് കൊണ്ടുവരുന്ന അങ്ങനെ സെലക്ട് ചെയ്ത സംഭവം ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. എല്ലാം വന്ന് നേരിട്ട് കണ്ടാലേ അതിന്റെ ഒരു. ഇപ്പൊ ഈ കാണുന്ന ബോക്സ് മൊത്തം ആൺകുട്ടികളുടെ. ബനിയൻ സ്റ്റഫില് സിമ്പിൾ ആയിട്ട് വേണമെന്ന് വെച്ചാൽ അതും ഉണ്ട് കേട്ടോ. വിത്ത് ട്രൗസർ അടക്കമായിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ലൈക്ര മോഡലില്. ഇത് സാധാ ഷർട്ടും പിന്നെ അതിന്റെ ഡെനിമിന്റെ ട്രൗസർ ആയിട്ട് വരുന്നത്. ശരിക്കും ഓപ്പൺ ചെയ്തൊക്കെ കാണിക്കുന്നുണ്ട്. ഇവർക്ക് പണി കൂടി. ഇന്ന് ഓൾറെഡി ഇവർ നല്ല ക്ഷീണത്തിലായി. ഇന്നും ബണ്ടല് പൊട്ടിച്ച ദിവസമാണല്ലോ. ഇത് ഷർട്ടും അതിന് കൂടെ ട്രൗസർ. നിക്കാണ്. അതിന്റെ ഇടയിൽ ഞാനും കൂടി പണി കൊടുക്കാണ് പാവങ്ങൾക്ക്. ഇത് റോംബർ. കുഞ്ഞു കുട്ടികൾക്ക് എന്ന് വെച്ചാൽ ജനിച്ച കുട്ടികൾക്ക് തൊട്ട് ഇവിടെ കളക്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ ഒക്കെ മുകളിൽ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. താഴത്തും കുറച്ച് വെച്ചപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്ത് കാണിച്ചത് മാത്രമേ ഉള്ളൂ. മുകളിലും ഇഷ്ടം പോലെ ഉണ്ട്. ഇതെന്താണ്? തുറക്കുമ്പോൾ അറിയുള്ളൂ എന്താ സംഭവം. ഞാൻ തന്നെ കാണുന്ന. അതെ, പൊട്ടിക്കുന്നുള്ളൂ. ഇത് ട്രൗസർ പിന്നെ ടീഷർട്ട്. ടീഷർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സ്ലീവ് ഉള്ളത്, സ്ലീവ് ഇല്ലാത്തത്, ഫുൾ സ്ലീവ്, ഹാഫ് സ്ലീവ്, അങ്ങനെ എല്ലാം സെറ്റ് ആയിട്ട് എടുക്കണമെന്ന്. അങ്ങനെ അത് കളേഴ്സ് സൈസസ് മാറാം. 2 കളർ വരും, 3 അളവ് വരും. 3 അളവ്. അപ്പൊ ഇത് ഫുൾ ആൺകുട്ടികളുടെ. നമ്മൾ കുറച്ചെടുത്ത് കാണിച്ചിട്ടുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറെ കാണിക്കാനുണ്ട്. നമുക്ക് ഇനി മുകളിലേക്ക് പോയാലോ? മുകളിലേക്ക് പോവാം. ഇതൊക്കെ ബനിയൻ സ്റ്റഫിൽ വരുന്നതാണ് കേട്ടോ. അതില് ഇത് വിത്ത് തൊപ്പി എടുക്കാണ്. തൊപ്പി ഇല്ലല്ലോ, ട്രൗസറാണ്. ഇതാ മാച്ചിങ്.
ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കോട്ട് സെറ്റ് മാച്ചിങ് വേണ്ടാത്തവർക്ക് അങ്ങനെ ഉണ്ട്. ജീൻസിന്റെ ഇതുണ്ട്. ഇത് ഇങ്ങനെ ഹാങ്കർ റോംബർ ടൈപ്പ് ആയിട്ടുള്ളത്. ഇത് സിമ്പിൾ ആയിട്ടുള്ള ട്രൗസറും. ഓക്കെ, എന്ത് രസമാണ് ഇവരെ ഈ കുട്ടികളുടെ തുണിയൊക്കെ പിടിക്കുമ്പോൾ ഭയങ്കര ഒരു സോഫ്റ്റ്നെസ് അല്ലേ. അവർക്ക് ഹാർഷാവാത്ത വിധത്തിൽ വേണമല്ലോ. അങ്ങനെ ഇത് ആൺകുട്ടികളുടെ സെക്ഷനാണ്. പെൺകുട്ടികളുടെ ഉണ്ട്. പെൺകുട്ടികളുടെ സെക്ഷനിലുള്ള ആളെവിടെ? ബൈജേട്ടനല്ലേ? ബൈജേട്ടനൊന്ന് നോക്കാം. ആളൊന്ന് തപ്പി പിടിച്ചിട്ട് വരട്ടെ. ബൈജു മൂസനെ ഒന്ന് തപ്പിട്ട് വരട്ടെ. മൂസ ഇവിടെ പോയി. ഭക്ഷണം കഴിക്കാൻ രാവിലെയൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയാ അതുകൊണ്ട് മൂസനെ കിട്ടിയില്ല. കസ്റ്റമർ വരുമ്പോഴേ വണ്ടിയിൽ പൊട്ടിക്കുന്ന രാവിലെ വെളുപ്പിനെ സ്റ്റാഫുകൾ വന്ന് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. വണ്ടിയിൽ വില ഇഴിച്ചതും എല്ലാം റെഡിയാക്കി വെക്കണ്ടേ. ഗോഡൌണിൽ നിന്ന് ഇവിടെ കൊണ്ട് വെക്കണം. അപ്പൊ മൂസ ഭക്ഷണം കഴിക്കാൻ പോയതുകൊണ്ട് എനിക്ക് ബാക്കിയുള്ളത് നമ്മുടെ നജീബിക്ക കാണിച്ചു തരും. ഇനി ബാക്കിയുള്ള കൂടി അവിടെ പൊട്ടിക്ക്. ടീഷർട്ടുകൾ മാത്രം പെൺകുട്ടികൾക്കുള്ളത്. ഇച്ചിരി എടുക്കാൻ വലിയ പാട്. എന്തൊക്കെ ടീഷർട്ടുകൾ മാത്രം കേട്ടോ പെൺകുട്ടികൾക്കുള്ളത്. ഇതും എങ്ങനെ സൈസസ് ഒക്കെ വരാം? 22, 36 വരെ ഉണ്ട്. 36 വരെ അവൈലബിൾ ആണ് കേട്ടോ. അത് പല മെറ്റീരിയൽസ് ആണ് കേട്ടോ. ഈ കാണുന്നത് പാറ്റേൺ നോക്കിയിട്ട് കാര്യമില്ല. പല മെറ്റീരിയൽസ് ആണ് ഇത് രണ്ടും. ഇത് ഇത് രണ്ടിനും മെറ്റീരിയൽ ഒന്ന് കാണിച്ചു തരാന്ന് വെച്ചേട്ടാ. കണ്ടോ, രണ്ടും ഡിഫറെന്റ് മെറ്റീരിയൽ. അപ്പൊ പാറ്റേൺ നോക്കിയിട്ട് സെയിം ആണെന്ന് വിചാരിക്കേണ്ട. ഡിഫറെന്റ് മെറ്റീരിയൽസ് ആയിരിക്കും. പിന്നെ അതൊക്കെ ടീഷർട്ടിൽ വേറെ മോഡൽ ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇതും ടീഷർട്ടിന് കുട്ടികളുടെ കോട്ടൺ ആണെന്ന് തോന്നുന്നു. അല്ല, സൂപ്പർ മെറ്റീരിയൽ ഇമ്പോർട്ടഡ് ആട്ടോ. ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് വരുന്നത്. ഇതും 3/4 ആണ് വരുന്നത്. വിത്ത് ബെൽറ്റ് അടക്കം വരുന്നുണ്ട് അല്ലെ. ലൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട്, ഡാർക്ക് ഷെയ്ഡ് വരുന്നുണ്ട്. അങ്ങനെ വെറൈറ്റി ആണ്. വെസ്റ്റേൺ. ഇതിന്റെ ഈ കാണുന്നത് മൊത്തം പിള്ളേർക്കുള്ളത്. ഇതേത് ഇവിടെ തുറന്ന് എടുക്കണ്ട്. ഇവിടെ കുറച്ച് തുറന്നത് നമുക്ക് കാണിച്ചു കൊടുക്കാം. തുറന്നത് പോരട്ടെ. പാന്റ് അതിന് മുകളിലേക്ക് ഇടാം. ഇത് എന്നിട്ട് ടോപ്പ് ഇങ്ങനെ വെസ്റ്റേൺ വെയറിലിട്ടാ കാപ്രി സ്റ്റൈല്. അപ്പൊ 3/4 ആയിരിക്കും. മിഡി ഇത് ഫോട്ടോ ഇങ്ങനെ കണ്ടാൽ മതി. 3/4 ടോപ്പും ഇങ്ങനെയായിരിക്കും മോഡൽ വരുന്നത്. ഇതിന്റെ കളർ ഇങ്ങനെ 3 കളർ വരും. ഇത് 22, 32. ഓക്കെ, അപ്പൊ ഇത് പെൺകുട്ടികളുടെ സ്റ്റൈലിലുള്ളത്. പിന്നെ ഇത് കാപ്രി ടൈപ്പ് തന്നെയാണ് കേട്ടോ. അതിന്റെ ടോപ്പും ബോട്ടം അങ്ങനെ വരുന്നത്. പിന്നെ ഇവിടെ കുറെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പാന്റ് വിത്ത് ടോപ്പ്. പിന്നെ ഇത് സെയിം കോട്ട് സെറ്റിൽ വരുന്നത് 3 പീസിന്റെ ജാക്കറ്റ് മോഡല്. ഇത് തുറന്ന് പിടിച്ച ശരിക്കും ഇതെ ഇങ്ങനെയായിരിക്കും കേട്ടോ. ബെൽ ബട്ടം സ്റ്റൈൽ. ഇതിന്റെ കളേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ ഇതിന്റെ ടോപ്പ് എവിടെയാണാവോ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്. ഇതിന്റെ മാച്ചിങ് ആണോ എന്ന് നമുക്ക് അറിയില്ല. ഒക്കെ ഈ വന്നവരെന്നെ ഇങ്ങനെ വലിച്ചു വാരി ഇടുന്നത് കൊണ്ടേ. പിന്നെ ഇതെന്താണ് വരാത്തവര് തീർച്ചയായിട്ടും കച്ചവടക്കാരൊന്ന് വരണം കേട്ടോ. വന്നൊന്ന് നിങ്ങൾ നേരിട്ട് അതിന്റെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഈ ബണ്ടിലൊക്കെ പൊട്ടിക്കുമ്പോഴേ പ്രത്യേകിച്ച് ആ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കത് മാക്സിമം യൂസ് ചെയ്യുന്നത് നല്ലതാണ്. കച്ചവടക്കാർക്ക് നല്ല നേട്ടമായിരിക്കും. ഇത് എനിക്ക് ടീഷർട്ട് ഭയങ്കര ഇഷ്ടമായിട്ടോ. ആ ഡെനിമിന്റെ ഇത് സ്ലീവിൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ. അതുപോലെ തന്നെ അതിന് കൂടെ വരുന്ന പാന്റ് ഇത് അടിപൊളിയുണ്ട്. ഓവർ സൈസ് ആണ് വരുന്നത്. പാന്റ് കണ്ടു. അതുപോലെ ഇത് ഒരു ഫ്രോക്ക്. അതിന് മുകളിലേക്കുള്ള ജാക്കറ്റ് ആണ്. ഡെനിമിന്റെ ജാക്കറ്റ് ആണ് കേട്ടോ ഇത് വരുന്നത്. 16, 18, 20 ചെറിയ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള വെസ്റ്റേണുകൾ. ഇതൊരു വേറെ വെറൈറ്റി. ചേട്ടാ ഒരെണ്ണം അവിടെ നിന്ന് എടുത്ത് എനിക്ക് കൊണ്ടുവരികയാണ് കാണിക്കാൻ പറഞ്ഞിട്ട്. തായോ ഇത് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട്. പക്ഷെ ഇത് തുറന്ന് കാണിക്കേണ്ട നിവർത്തിയില്ല. സ്പെഷ്യലായിട്ട് എടുത്ത് കൊണ്ടുവന്നതാ. എന്താ ഐറ്റം നോക്കട്ടെ. ഫ്രോക്കായിരിക്കും. വെറുതെ അല്ല. ഇതാ ഫ്രോക്ക് കേട്ടാ. അതും മെറ്റീരിയൽ തൊട്ട് വലിയ ഇത് കാണുന്ന പോലെയല്ല. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ. ഭയങ്കര ഒരു ഒഴുകി പോണ ടൈപ്പ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിട്ടുള്ള ഇമ്പോർട്ടഡ് ഫൈബ്രിക്കിൽ വരുന്നത് കേട്ടോ. ലാച്ച നമ്മൾ നേരത്തെ അവിടെ വെച്ചിട്ട് ഉണ്ടെന്ന് പറഞ്ഞോളൂ. കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഇതാണ് ലാച്ച വിത്ത് ദുപ്പട്ട അടക്കം. ഇത് പിന്നെ പോപ്കോൺ മെറ്റീരിയലില് ഫ്രോക്കാണല്ലോ അത്. ഇത് പോപ്കോൺ മെറ്റീരിയലിൽ ഫ്രോക്ക് മോഡൽ. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട്. ഇങ്ങനെ ഇതൊക്കെ ഇട്ട് തരുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ഭയങ്കര ഇങ്ങനെ ലൂസ് ഫിറ്റിംഗ് ആയിട്ട് കിടക്കണതല്ലേ ആ ഒരു മോഡൽ. പിന്നെ ഇത് ടോപ്പുകൾ മാത്രം. വെസ്റ്റേൺ ടോപ്പുകൾ മാത്രം. ഇവിടെ തുറന്ന് കിടക്കണത് ഇങ്ങനെ കാണിക്കുന്നത് മാത്രമല്ല കേട്ടോ. ഇത് ഒരു ഫ്രോക്കിന്. ഇതൊക്കെ നല്ല ഫൈബ്രിക്കാണിത് വിത്ത് ബെൽറ്റ്. ഇതൊക്കെ സൈസസ് 36 വരെ ഉണ്ടാവും അല്ലേ. എന്ത് ചെറിയ ബനിയനെ കാണുമ്പോൾ ഫീൽ ചെയ്യും. പക്ഷെ സ്ട്രെച്ചബിൾ ആട്ടോ.
ഇതിന് അടിയിൽ കൂടെ ഇടാം. ആ ഞാൻ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഒരു കൈ ഞാൻ പിടിച്ചു, എന്താ ഇങ്ങനെയായിരിക്കും ഇതിന്റെ ലുക്ക് വരാം. ഒരു ഡംഗ്രി സ്റ്റൈലിൽ വേണമെങ്കിൽ ഫീൽ ചെയ്യും അല്ലേ. ഇതാ ഡംഗ്രി ടാൻ ടോപ്പ് ആയിട്ട് ഇങ്ങനെ നമുക്ക് ഉള്ളിലുണ്ടാവും. അതിന്റെ കളേഴ്സ് ഡിഫറെന്റ് ആയിട്ട് കിട്ടും. ഇതൊരു പോപ്കോൺ മെറ്റീരിയലുള്ള ഫ്രോക്സ്. അപ്പൊ ഈ കാണുന്നത് മൊത്തം ആ ഒരു വെറൈറ്റീസ് ആണ്. വെസ്റ്റേൺ വെയർ ഉണ്ട്, ലാച്ച ഫ്രോക്കുകൾ, വെസ്റ്റേൺ വെയർ, അങ്ങനെ എല്ലാ ഐറ്റംസ് പെൺകുട്ടികളുടെ ആണ് കേട്ടോ ഈ മൊത്തം കാണുന്നത്. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. മുകളിലേക്ക് നമുക്ക് കുറച്ചുകൂടി ആൺകുട്ടികളുടെ അതുപോലെ തന്നെ ബാബ സൂട്ട്സ് ജനിച്ച കുട്ടികൾക്കുള്ളതെല്ലാം ഉണ്ട് അല്ലേ. അപ്പൊ ഇനി മുകളിലേക്ക് പോയാലോ? ഇതും കൂടി ഒന്ന് കാണിച്ചിട്ട് പോവാന്ന്. ഇതൊക്കെ ഞങ്ങൾ കാണിച്ചു. ഇനി നമുക്ക് മുകളിൽ പോവാം. പിന്നെ ഈ ബോക്സിൽ വരുന്ന താര കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറയുന്നുണ്ടായിരുന്നു ആരെ ഈ താര എന്ന് ചോദിച്ചിട്ട്. ആ താര കമ്പനിയിലെ ഇത് കുറച്ച് ബ്രാൻഡഡ് ആയിട്ടാണ്, കുറച്ച് അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ആയിട്ടാണ്. പാർട്ടി വെയർ, ബർത്ത്ഡേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഫ്രോക്കുകളാണ് കേട്ടോ ഇവരുടെ കയ്യിലുള്ളത്. 4 സെറ്റാ വരാം അല്ലേ. ഇങ്ങനെയായിരിക്കും ഫ്രോക്സ്. എല്ലാം കളേഴ്സ് അവൈലബിൾ ആണ്. അതാണ് താരയുടെ പ്രത്യേകത. വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് ഉണ്ട്. ഇനി ഹോളി കമ്പനി വരാൻ പോകുമ്പോൾ അതിലേക്കുള്ളതും ഉണ്ട്. ഇത് നോക്കി ഫ്രോക്കുകളുടെ വെറൈറ്റീസ്. താര ബ്രാൻഡിന്റെ കമ്പനിയുടെ ഫ്രോക്കുകൾ. താര മാത്രമല്ല കേട്ടോ, ഇത് കൂടാണ്ട് എല്ലാം ബ്രാൻഡിന്റെ അവൈലബിൾ ആണ്. ഇപ്പൊ താരാന്ന് എടുത്ത് കാണിച്ചു മാത്രം. ഇതിന്റെ ഈ താരയാണ് ഈ കാണുന്നത് മൊത്തം ബോക്സ് ഇരിക്കുന്നത്. താര ഇതാ ഇത്. ചേട്ടൻ ഈ ഭാഗത്ത് നിൽക്കണ ആളാന്ന് തോന്നുന്നുണ്ട് അല്ലേ. ചേട്ടൻ ഇവിടുത്തെ ആളാ, ഈ സൈഡിലല്ലേ. അതാണ് ബാഗ് എടുത്ത് കാണിച്ചു തരുന്നത്. കണ്ടോ, ഇതൊക്കെ ഫ്രോക്കുകൾ. ഇനി അതേപോലെ തിരിച്ച് മടക്കി വെച്ചോട്ടാ. അപ്പൊ താര ബ്രാൻഡിന്റെ ഒക്കെ ചെയ്ത് വെച്ചോ. ഇത് ഫുൾ താര ബോക്സുകളാണ് കേട്ടോ. ഇനി മുകളിലേക്ക് പോയി ഇനിയും വെറൈറ്റീസ് ഉണ്ട്. പോവാം. ഈ കാണുന്നത് മൊത്തം കിഡ്സിന്റെ ഐറ്റംസ്. ഫ്രോക്ക് പിടിച്ചോ. ഓവർകോട്ട്, വെൽവെറ്റിന്റെ ജാക്കറ്റ് അടക്കം കളേഴ്സ് അവൈലബിൾ ആണ്. ഇത് സൈസസ് കളേഴ്സ് 32 വരെ. അത് ബൾക്ക് അങ്ങനെ തന്നെ എടുക്കണം കേട്ടോ. കച്ചവടക്കാർക്കുള്ളതാണ്. പറ്റിയ സാധനങ്ങളാണ്. ഡാൻസ് ഒക്കെ എങ്ങനെ ഫ്രോക്ക്. അടുത്തത് വെറൈറ്റികൾ കാണിക്കുന്നു മാത്രം കേട്ടോ. അതാ എടുക്ക വെറൈറ്റി. ഇത് ഫ്രോക്കുകൾ. ഇതിന്റെ കളേഴ്സ് ഈ 2 കളർ കയ്യിൽ പിടിക്കാൻ പറ്റും. അതെ, ഇതിന്റെ കളേഴ്സ് നോക്കിയേ. ഇത് ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ്. ആഹാ, എന്താ രസം. ഏത് കളറും എത്ര പീസ് വേണമെങ്കിലും അവൈലബിൾ ആണ്. ഇനി ഡാൻസിന് ഓരോ പോലത്തെ 100 പിള്ളേർ ഒരുമിച്ച് ഇങ്ങനെ നിൽക്കണം. ഡാൻസ് വേണ്ട, നിങ്ങൾക്ക് എന്തെങ്കിലും ആനിവേഴ്സറി കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അതിനും നമ്മൾ റെഡി. കടക്കാർക്ക് എടുത്തു കൊടുക്കാം. അടുത്തത് റെഡ്. ഓ കിടക്കട്ടെ, ഫുൾ തിളങ്ങണത്. റെഡില് വേണമെങ്കിൽ റെഡില്, യെല്ലോ വേണമെങ്കിൽ യെല്ലോ, റോയല്. എന്താ കളർ കോമ്പിനേഷൻ നോക്ക്. കളർ അടിപൊളിയില്ലേ. എവിടെ നിന്നാലും പിള്ളേരെ കളഞ്ഞു പോകില്ല. ഏതായാലും കണ്ടുപിടിക്കും നമുക്ക് അല്ലേ. അതന്നെ. ഇതാ കളേഴ്സ് ഒക്കെ നല്ല നല്ല കളേഴ്സ് അല്ലേ. നല്ല ഉതിപ്പുള്ള നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സുകൾ. ഇത് വേറെ ഫ്രോക്ക്. ഇതാ ഫ്രോക്കുകള് ഇങ്ങനെ പിടിക്കേ ഇങ്ങനെ ഫ്രോക്കുകള് കളേഴ്സുകൾ. സൈസ് 36 വരെ ഉണ്ട് അല്ലേ. 38 വരെ ഉണ്ട്. 38. ഓക്കെ, അടുത്തത് മറൂൺ. ഇതാ ഏത് കളറും ആവട്ടെ. ഏത് പച്ച, ചുവപ്പ്, മഞ്ഞ, നീല, അങ്ങനെ എല്ലാ റെയിൻബോ കളേഴ്സ് ഇവിടെ. റെയിൻബോ ഫ്രോക്ക് റെയിൻബോ കളേഴ്സ് എന്ന് പറയുമ്പോ റെയിൻബോ ഫ്രോക്ക്. ഇതിന്റെ കളേഴ്സുകള് എങ്ങനെയല്ല, ഇതിന്റെ യോക്ക് പോർഷൻ ഇങ്ങനെ ഡിസൈൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കട്ടെ. അപ്പൊ അത് അടിപൊളിയായിട്ടുണ്ട് ആ കയ്യിലിരിക്കുന്നത്. എന്തായാലും അടിപൊളി ഫ്രോക്കുകളായി. വെസ്റ്റേൺ വെയറും ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ബാബ സൂട്ട്സ് ഉണ്ട്. വാവ്. ആ ഫ്രോക്കുകൾ ഏത് സൈസ്, ഏത് അളവ്, ഏത് കളർ, ഏത് കളറും ആവട്ടെ. എത്ര പീസ് ആണിത്. ഞങ്ങളിപ്പോ ഭക്ഷണം കഴിച്ചുകൊണ്ട് ക്ഷീണമായിട്ട് പറ്റാത്തതുകൊണ്ടാണ്. ഉന്മേഷം പകരട്ടെ. കിടക്കട്ടെ. ഗ്രീൻ കളറുകൾ കാണുമ്പോൾ ഉന്മേഷം വരുന്നില്ല. കളർ കാണുമ്പോ ഉന്മേഷം വന്നു. അതിന് ഏതാ കയ്യിൽ പിടിക്കുന്നത്? ലാച്ചകള് പിടിക്കേ. ലാച്ചയുടെ കളേഴ്സ് അവൈലബിൾ ആണ്. ഇത് ഇങ്ങനെ ബോക്സ് പാക്കിംഗ് ആണ്. ഇത് ഇങ്ങനെ ബോക്സ് പാക്കിംഗ് ആണ് കേട്ടോ. ഈ ഫുൾ കാണുന്നത് ലാച്ചയുടെ ബോക്സ് പാക്കിംഗ്. അതിന്റെ ഉള്ളിൽ നിന്നാണ് നമ്മളിപ്പോ ഈ ലാച്ച എടുത്തത്. ഇങ്ങനെയായിരിക്കും. ഇങ്ങനെ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇതിൽ കളർ ഡിസൈൻസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കും. ലാച്ചകൾ ഇങ്ങനെ എടുത്തോണ്ട് വരികയാണ്. ഇതാ
ഇങ്ങനെ ഇതില് സൈസസ് അങ്ങനെ 30 ഒന്നുകൂടി പറഞ്ഞ മൈക്ക് ഉണ്ടായിരുന്നില്ല ഇങ്ങോട്ട് മൈക്കിന്റെ കയ്യിലിരിക്കണ ഓക്കെ സെറ്റ്. അപ്പൊ ഇതായി. ഇനിയിപ്പോ നമുക്ക് വെസ്റ്റേൺ വേറെ കുറച്ച് കളക്ഷൻസ് കാണിച്ചാലോ. ബോക്സ് പാക്കിംഗ് നമ്മൾ കാണിച്ചില്ല. ലിറ്റിൽ വൺ വാവ് എന്തൊരു സോഫ്റ്റ് കുഞ്ഞ മിഡി സ്കേർട്ട് കേട്ടോ. സ്കേർട്ട് ആയിട്ടുള്ളത് വെസ്റ്റേൺ വെയർ വരുന്നുണ്ട്. അതുപോലെ ഓക്കെ അങ്ങനെ 6 എണ്ണത്തിന്റെ സെറ്റ്. അപ്പൊ ഈ ഒരു ലിറ്റിൽ വണ്ടെ ഈ ഒരു ബോക്സ് 6 എണ്ണത്തിന്റെ എടുക്കണം എന്ന് നിർബന്ധമാണ് കേട്ടോ. അപ്പൊ ഇതിലപ്പോ സൈസസ് എങ്ങനെ വരാ? 16-18. ഓക്കെ കടക്കാർക്ക് അറിയാം ഏകദേശം. എന്നാലും നമ്മള് പ്രത്യേകിച്ച് അവർ ഇവിടെ വന്ന് എടുക്കുമ്പോഴേക്കും അവർക്ക് അറിയാൻ പറ്റും. 22-32. ഓക്കെ ഇതിൽ നിന്ന് പറഞ്ഞ പീസ് അങ്ങോട്ട് പൊട്ടിക്കൂ. ഇത് ഫുള്ള് ഇപ്പൊ ഫ്രോക്കുകളെ കാണിക്കണേ നമ്മള്. ഇതെന്താ ഐറ്റം? ഇത് മുകളിലേക്കുള്ള ടോപ്പ്. അതുപോലെ ഇതിന്റെ കൂടെ വരുന്ന ലെഗിൻസും ഉണ്ട്. അത് വേണമെങ്കിൽ ഇട്ടാൽ മതി. പിള്ളേരല്ലേ അതിന് ആവശ്യമൊന്നുമില്ല. അവർക്കൊരു ചെറിയൊരു ട്രൗസർ പോലത്തെ സംഭവം ഇട്ട് കൊടുത്താൽ മതി. ഇത് ജാക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ളത് ലെഗിൻസും വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കോട്ടൻ്റെ മെറ്റീരിയൽ ആണ് കേട്ടോ. കോട്ടൻ്റെ വരുന്നുണ്ട്, ലൈക്ര മെറ്റീരിയൽ വരുന്നുണ്ട്, പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ളതുണ്ട്, ഹോസറി മെറ്റീരിയൽസിലുണ്ട്. ഇത് വെസ്റ്റേൺ വെയറിൻ്റെ ചെറിയൊരു മിഡിയുടെ കൂടെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ. ഇത് ഫുള്ളി ബോക്സ് അല്ലേ? ഈ ഫുള്ളി ഇങ്ങനെ ഈ ഒരു ബോക്സ് എടുക്കണം. ഗോൾഡില് നേരത്തെ കണ്ടത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആയിരുന്നു. ഇത് ബ്ലാക്ക് ആൻഡ് ഗോൾഡ്. കിടക്കട്ടെ തിളങ്ങട്ടെ. ഇത് ഫുൾ ബോക്സ് പാക്കിങ്ങിന്. ഇനി കുറച്ച് വെസ്റ്റേൺ കാണിച്ചാലോ നമുക്ക്. റെയിൻബോ ഇതുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് കണ്ടില്ല നമ്മൾ. റെയിൻബോന്റെ ടോപ്പ് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇതൊന്ന് തുറന്നേ. റെയിൻബോ കളർ ടോപ്പ് കാണിച്ചു കൊടുക്കാം. ഇത് പവാട അതിൻ്റെ റെയിൻബോ കളറുള്ള ടോപ്പ് കണ്ടോ. പിന്നെ ഇതിൽ വെസ്റ്റേണിൻ്റെ ടോപ്പ്, അതിൽ ജീൻസിൻ്റെ സ്കേർട്ട്. ഈ സ്കേർട്സിന് തന്നെ പല മോഡൽസ് വരുന്നുണ്ട് കേട്ടോ. ഈ ബോക്സ് ഫ്ലീറ്റ് വരുന്നുണ്ട്, നോർമൽ ചെറിയ ഫ്ലീറ്റ്സ് വരുന്നുണ്ട്. അങ്ങനെ കളേഴ്സും അവൈലബിൾ ആണ്. ഡെനിമിൻ്റെ എങ്ങോട്ട് വാങ്ങാൻ അജിബിക്ക? എങ്ങടെ ഓടണേ ആള് പതുക്കനെ ഇങ്ങനെ മുങ്ങാൻ നോക്കണം കേട്ടോ. ഇങ്ങോട്ട് ഡീൽ ചെയ്തപ്പോ കാണിച്ചു കൂട്. കാണിക്കണ്ടേ? കാണിക്കണ്ടേ? കാണിച്ചോണ്ടിരിക്കുന്നു. മതിയാ? കച്ചവടക്കാർക്കൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് കണ്ടാൽ തന്നെ ഏകദേശം ഒരു ഐഡിയ കൊടുക്കുന്നത്. കാണിക്കുമ്പോഴത്തേക്ക് തന്നെ അവർക്കറിയാം ഇതിന്റെ ക്വാളിറ്റി എന്താണ്. അതെ ഇത് സീക്വൻസിന്റെ കുർത്ത ആണുങ്ങളുടെ അല്ലേ ഇത് വലിയത്? അപ്പൊ ഇതിന്റെ സൈസ് ഒക്കെ ഇനി വരാ? 42. അപ്പൊ നമ്മൾ താഴത്തെ കണ്ടത് കുട്ടികളുടെ ആയിരുന്നു. ആ ചെറിയ കുട്ടികളുടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ ഇത് ഫുൾ കളേഴ്സ്. ചിക്കൻ കറി കുർത്ത ആൺകുട്ടികളുടെ കേട്ടോ. വലിയ മെൻസിന്റെ ഉണ്ട്. അപ്പൊ ഇത് സ്കൈ ബ്ലൂ, മെറൂൺ, വൈൻ ഷെയ്ഡ്, ബ്ലാക്ക്, ഗ്രീൻ അങ്ങനെ കളേഴ്സ് അവൈലബിൾ ആണ്. ചിക്കൻ കറി കുർത്തീസ് കേട്ടോ വിത്ത് സ്വീക്കൻസ് വർക്ക്. അതിന്റെ ബൾക്കാണ് ഈ പോർഷൻ മൊത്തം ഇരിക്കുന്നത്. ഈ കാണുന്നത് മൊത്തം അതിന്റെയാണ്. ഇതെന്താ നല്ല അടിപൊളി ഒരു മഞ്ഞ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത്. സറാറ കററ ഒരു ടൈപ്പ് ബൾബുകൾ. അതേ പാടിയത് ചെറുത് നമ്മള് താഴ്ത്തു വെച്ച് കണ്ടിരുന്നു കേട്ടോ. 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ചിക്കൻ കറി കുർത്തി. ഇത് പാന്റ് അടക്കണ്ട വരുന്നതാ കുർത്തി മാത്രം. നമ്മൾ താഴ്ത്ത കണ്ടത് പാന്റ് അടക്കാണ് കേട്ടോ. അപ്പൊ ഇതായി. ഇനിയിപ്പോ എന്താണ് നമുക്ക് വെസ്റ്റേൺ വേറെ കുറച്ച് കാണിച്ചു കൊടുത്താലോ. പിന്നെ ബോയ്സിന്റെ ബാബാ സൂട്ടിന്റെ ഒന്നും കാണിച്ചില്ല. ബാബാ സൂട്ട് നമ്മള് താഴെ കണ്ടില്ലേ? താഴെ കണ്ടത്. ഓക്കെ ഡങ്കറി ടൈപ്പ് ആയിട്ട്. ഇത് വെസ്റ്റേൺ വെയർ. ഇതിങ്ങനെ കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള. അപ്പൊ ഇതും കെട്ടായിട്ട് തന്നെ എടുക്കണം. അത് നിർബന്ധമാണ്. മാഡം ചോദിച്ചിട്ട് ഒരു പീസ് തരുന്നില്ല. ഞങ്ങൾ ചോദിച്ചില്ല. എന്റെ മോക്ക് ഒരു പീസ്. ഞാൻ ഒരു പീസ് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് എന്താ പറയാവുന്നത്. ഒരു പീസ് എന്റെ മോൾക്ക് തരുമെന്ന് ചോദിച്ചത്. അത് വരെ തരില്ല എന്ന് വെച്ചാൽ അത് കെട്ടി പോലും ഒരു പൊട്ടിക്കാൻ തയ്യാറാവുന്നില്ല. ആ കസ്റ്റമർ അത് എടുക്കത്തില്ല. അപ്പൊ മാഡത്തിന് വേണ്ടത് 22-32 എന്നുള്ളത് 30 സൈസ് ആണെങ്കിൽ കച്ചവടക്കാരെ എടുത്തോണ്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെ ഒരു സിംഗിൾ പീസിന് വേണ്ടി ഇവിടെ വിളിക്കേണ്ട വരും വേണ്ടെന്നാണ് ഇപ്പൊ ചുരുക്കമായിട്ട് പറഞ്ഞതിന്റെ അർത്ഥം കേട്ടോ. അപ്പൊ ഹോൾസെയിലർ റീറ്റെയിൽക്കാർക്ക് മാത്രമാണ് കേട്ടോ. അപ്പൊ ഇത് ഈ ഒരു വെറൈറ്റി ഇതിന്റെ കളേഴ്സ് ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ ഇതൊരു മോഡലായി. നല്ല പണിയായിട്ട് കഴിഞ്ഞാൽ ഒതുക്കാനും പിടിക്കാനൊക്കെ. അവിടെ ഒരാൾ എടുക്കുന്നത് ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വേറൊരു മോഡൽ. ഇത് 2 പീസ് ആട്ടോ. ഇത് ടോപ്പ്, അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ പലാസോ.
അതിന്റെ കളേഴ്സ് അവൈലബിൾ ആണ്, മെറൂൺ ഷെയ്ഡൊക്കെ അവൈലബിൾ ആണ്. ഞാൻ ഇവിടെ നിന്ന് പൊളിച്ചു വിട്ട് പോയതാണ് പാവ ഇരുന്നിട്ട്. യെസ്, ക്രോപ്പ് ടോപ്പ് വെസ്റ്റേൺ വെയറിന്റെ കളക്ഷൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് എല്ലാം കാണിക്കാനും പോസിബിൾ അല്ല, കാരണം ഇത് ഫുൾ കാണുന്നത് മൊത്തം നമുക്ക് കിഡ്സിന്റെ ഐറ്റംസ് ആണ്. ഇനി നമുക്ക് ബാക്കിയുള്ളത് അവർ വന്ന് കണ്ടോട്ടെ. കച്ചവടക്കാർക്കാകുമ്പോൾ ഡയറക്റ്റ് വരിക, അത് നിങ്ങൾ തന്നെ വിലയിരുത്താമല്ലോ. നമ്മള് ക്വാളിറ്റിയുടെ കാര്യത്തിലും വിലയിലെ കാര്യത്തിലും ഒരു ലൊക്കേഷൻ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു കൊടുത്തേ. വടയാറ്റുകോട്ട റോഡ്, കൊല്ലം. ആർക്കേയുടെ അടുത്ത്, ആർക്കെ റീറ്റെയിൽ കട അടുത്ത് വന്നാൽ. ആർക്കെ എന്ന് പറയുമ്പോൾ റീറ്റെയിൽ ആണ് കേട്ടോ, ഹോൾസെയിൽ അല്ല. നിയർ ആർക്കെ സാരീസ് ഓട്ടോറിക്ഷക്കാരോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡയറക്റ്റ് ഇവിടെ കൊണ്ടുവിടും. അപ്പൊ ഇനി നമുക്കൊന്ന് താഴത്തേക്ക് പോവാം. ബാക്കിയുള്ള കുറേ സ്റ്റാഫ്മാരുണ്ട്, അവരുടെ അടുത്തൊന്ന് ഒരു ബൈ പറഞ്ഞിട്ട് പോവാം. അങ്ങനെ നമ്മൾ താഴത്തെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ലൊക്കേഷൻ എന്ന് പറയാം. നജീബിക്ക ഓൾറെഡി നമ്മുടെ കൂടെ ഉണ്ട്, ബാക്കിയുള്ള ടീമുകൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഇവിടെ കുറെ സുന്ദര കുട്ടപ്പന്മാരൊക്കെ ഉണ്ട്. എല്ലാവരും കൂടെ ഓടിയോ. ഇനി ലൊക്കേഷൻ അറിയണം നമുക്ക്, എന്താണ് ഈ ബണ്ടൽ പൊട്ടിക്കുന്ന റീസൺ നോക്ക. വാ, നിങ്ങൾ എന്തെങ്കിലും ബിന്നായിട്ടിരിക്കണേ. ഹലോ ഹാൻസം ബോയ്, ആള് ഭയങ്കര ബിസിയാണ്. ഇങ്ങനെ വാ, ഒരു മിനിറ്റ്, അത് കഴിഞ്ഞ് ബില്ല് ചെയ്യാം. ഇപ്പൊ എല്ലാവർക്കും എന്താ ഡിമാൻഡ്? അതുവരെ പറയാം എന്റെ വീഡിയോസ് എടുത്തില്ല എന്ന് പറഞ്ഞ പരാതിയായിരുന്നു. വാ എന്റെ പിന്നെ ഒരു ഫാൻ ഉണ്ട്, എടുത്തോട്ടെ ഞാൻ വീഡിയോയില്. വാ, എന്തായാലും ആ ബില്ല് പിന്നെ ചെയ്യാം. വാ വരുമോ? ഇയാളുടെ പേരെന്താ? പറഞ്ഞാ കേക്കില്ല. ആക്ച്വലി ഈ ബാക്കിൽ കാണുന്നത് മൊത്തം സ്റ്റാഫ്മാരാണ്, പക്ഷെ ഇവിടെ വേറൊരാൾ നിൽക്കുന്നുണ്ട്, എന്റെ ബിഗ് ഫാൻ. ഇവര് കുറെ പേരൊക്കെ ഫേസ് കാണിക്കാൻ ഒരു മടി ഉണ്ടായിരുന്നു. എവിടുന്നാ വന്ന്? ഹരിപ്പാട്. സ്ഥിരം ഇവിടെ നിന്ന് എടുക്കണത് എങ്ങനെയാ? ഇവിടുന്നാണ്. ഈ ഹീരനെ കുറിച്ച് എന്തെങ്കിലും പറയാണ്ട? നല്ല കളക്ഷൻ. എങ്ങനെ, റീസണബിൾ റേറ്റ് ആണോ? റേറ്റും കുറവാണ്. അപ്പൊ ഹീരോനെ കുറിച്ച് കേട്ടു, ഇനി എന്നെ കുറിച്ച് 2 വാക്ക് പറഞ്ഞാൽ ഞാൻ ഒന്ന് കേക്കട്ടെ. ഇല്ലില്ല, നല്ല സുന്ദരിയാണെന്നും പറയാം, നല്ല വായാടിയാണെന്നും പറയാം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയുണ്ട്? എന്താ കേട്ടില്ല? നല്ല നായികയെന്നും പറയാം. ഏതെങ്കിലും സിനിമക്കാര് കേൾക്കണമെങ്കിൽ ഇതൊന്നും നോട്ട് ചെയ്ത് വെച്ചോളാം. ഓക്കെ, പേര് ചോദിച്ചില്ല ഞാൻ. ഷെഫീന ബില്ലടിച്ചോണ്ടിരിക്കുകയാണ്. ബില്ലടിക്കുന്നതിന്റെ ഗ്യാപ്പിലാണ് ഞാൻ വിളിച്ചത്. അപ്പൊ താങ്ക് യു ഷെഫീന. ഞാൻ അവിടെ വെച്ച് കാണാം നമുക്ക്. ഇനി ബാക്കി കുറച്ച് ചുള്ളന്മാര് ഗെയിം ഇട്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ട് വായോ. ഇവരൊക്കെ ഇത്തിരി ഡിമാൻഡ് ഇട്ട് നിൽക്കായിരുന്നു. ഇന്നലെ തൊട്ട് ഏത് പാർലറിൽ പോയിട്ട് വന്നിക്കണത് കേട്ടില്ല. നിങ്ങളേത് പാർലറിൽ പോയിട്ടാണ്? വീട്ടിലുള്ള പാർലർ പെണ്ണ് ഫേഷ്യൽ ചെയ്ത് കൊടുക്കലായിരുന്നു പണി. അപ്പൊ ഈ ടീം മാത്രമല്ല, വേറെ കുറെ ടീമുകൾ പിന്നിലുണ്ട്, മുകളിലും ആൾക്കാരുണ്ട്. അവരൊന്നും ഇറങ്ങിയിട്ടില്ല. നമ്മുടെ മൂസക്ക ആളൊക്കെ മിസ്സിംഗ് ആയിരുന്നു. ശരിക്കും ആളൊക്കെ മുകളിലാണ്. നിങ്ങളെന്താ ഇവിടെ? ഇങ്ങോട്ട് വാ. ഏറ്റവും അങ്ങനെ പറഞ്ഞ് കളിയാക്കല്ലേ. അപ്പൊ ഇങ്ങനെ വാചകടിയൊക്കെ നിർത്താൻ നമുക്ക് നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ ഒക്കെ പറയാം. ലൊക്കേഷൻ വരുന്നത് നമുക്ക് എവിടെയാണത്? ചിന്നക്കട, വടയാറ്റുകോട്ട റോഡ്. ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയും. ഞങ്ങളിപ്പോ ദൂരത്തു നിന്നൊക്കെ വരാണെങ്കിൽ ഏത് സ്റ്റേഷനിൽ ഇറങ്ങണം, എത്ര മണിക്ക് വരണം, എങ്ങനെ ഓട്ടോറിക്ഷയിൽ എത്ര മിനിറ്റ് പിടിക്കും, അങ്ങനെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി ചിന്നക്കട വന്നത് വടയാറ്റുകോട്ട റോഡ്. ചിന്നക്കട എന്ന് പറഞ്ഞ കടയുടെ പേരല്ല, ചിന്നക്കട എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേരാണ്. ഹീര ഗാർമെന്റ്സ്, ഹീര റെഡിമെയ്ഡ് ഹോൾസെയിൽ ആണ് കടയുടെ പേര് വരുന്നത്. അപ്പൊ ചിന്നക്കട എന്ന് പറഞ്ഞ സ്ഥലത്ത് വടയാറ്റുകോട്ട റോഡ്. ഒന്നുകൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ MK എന്ന് പറഞ്ഞിട്ടുള്ള കടയുടെ പേരാണ്. അത് പഴയ ആർക്കെ, അത് കടയുടെ പേര്. അത് റീറ്റെയിൽ ആണ് കേട്ടോ. ആ പേരും പറഞ്ഞിട്ട് ഓട്ടോറിക്ഷയിൽ കയറുകയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് എവിടേക്കെത്താ? ഒന്നുകൂടി പറയോ എവിടേക്കെത്താ? അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ കാണാം. ബൈ.